കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, കാണണം. ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. അപ്പം നിങ്ങളെല്ലാവരും എക്സാമിന് തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? നിങ്ങളെ ഏപ്രിൽ എക്സാം ആവാനായി. അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ലൈവ് സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? അപ്പം നിങ്ങൾക്ക് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതിന് മുൻപേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് എങ്ങനെ ആൻസർ ചെയ്യും അല്ലേ? അപ്പം അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക? ഈ ലൈവ് മിസ് ചെയ്യാണ്ട് ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നമ്മൾ 80 മാർക്സിന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതും മുൻപേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പം നമുക്ക് ആദ്യം കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണെന്ന് അറിയിച്ചാൽ കുറച്ചുകൂടെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണം, അതായത് ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ താഴെ തന്നെ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ഫിസിക്സ് എന്ന് പറയുന്ന ടഫ് സബ്ജക്റ്റ് ആയിരിക്കും കുറച്ച് പേർക്ക്. അപ്പൊ നിങ്ങളുടെ എക്സാമിന്റെ പാറ്റേൺ ഒക്കെ മാറ്റിയല്ലേ, ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റിയ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം ഈ ഒരു പാറ്റേൺ വൈസ്, അത് പുതിയ ക്വസ്റ്റ്യൻ മോഡലിൽ നിങ്ങൾ എങ്ങനെയാണ് എക്സാം എഴുതാൻ പോവാന്നുള്ളതും, ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, ഏതൊക്കെയാണ് മോഡൽ, എവിടെയൊക്കെ പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എസ് എ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരും എന്നൊക്കെ നമുക്ക് ഈ ഒരു ലൈവിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഈ കാണുന്ന മക്കളുണ്ടല്ലോ, ഇപ്പം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളൊന്ന് ഹായ് പറഞ്ഞേ മിസ്സിന്. മിസ് ഒന്ന് കാണട്ടെ എത്ര മക്കളത്, 5 പേര് ഞാൻ കാണുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞേ. നമുക്ക് ഇത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാനായെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞേ. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻസ് എവിടെയെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്നാൽ മാത്രമേ ഉള്ളൂ. അതായത് ബാക്കിയുള്ള ഇതിപ്പോ ലൈവ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും ചോദിക്കരുത്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അത് എന്തായാലും ചോദിക്കണം. അത് ഒന്നുകൂടെ പറയണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, എന്തായാലും ചോദിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അതായത് ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ, അപ്പൊ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, അയ്യോ ആ ക്വസ്റ്റ്യൻ മിസ്സായി പോയി എന്ന് പറയാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പൊ നമുക്കൊന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ പുതിയൊരു മാറിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നിങ്ങൾക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും കുറച്ച് കൂടുതലാണ്. എസ് എ ക്വസ്റ്റ്യൻസ് എന്താണ് കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് എഴുതി എസ് എ ക്വസ്റ്റ്യൻസ് പണ്ടത്തേത് വെച്ച് നോക്കുന്ന സമയത്ത് കുറയുമ്പം അവിടെ ഒരു കുറച്ചൊരു ഒരു ഭാഗ്യം പോലെ നിങ്ങൾക്ക് കരുതാം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ 1 മാർക്സും 2 മാർക്സ് ക്വസ്റ്റ്യൻസിന്റെയും ക്വസ്റ്റ്യൻസ് കൂടി. അപ്പൊ അവിടെ പ്രോബ്ലംസ് വരുന്നുണ്ട്, മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ലൈവിൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും ക്ലാസ്. അപ്പൊ അതിൽ പറഞ്ഞ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയത് കൊണ്ട് കാര്യമില്ല. നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, പിന്നെ പേടിക്കൊന്നും വേണ്ട ആരും, എല്ലാവരും പാസ്സാവും. കാരണം പാസ്സാവാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായി. അത് ഓരോ മൊഡ്യൂളിലും വെയിറ്റേജ് അനുസരിച്ചാണല്ലോ നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ആ മൊഡ്യൂളിലെ വെയിറ്റേജ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും, പാസ്സാവാൻ വേണ്ടി പറ്റും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആ പേടി അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഫിസിക്സ് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. വെയിറ്റേജ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നോക്കി ഇപ്പോൾ ഇന്ന് ഈ കാണുന്ന ലൈവും കൂടെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ മിസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റത്തെ സെക്ഷൻ എ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ടോട്ടൽ 28 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിൽ 16 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. ആ ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഏതാണോ അത് ചൂസ് ചെയ്താൽ മതി. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഭാഗത്താണ്. എ ബോഡി ഓഫ് മാസ് 200 gram falls through the air with an acceleration of 6 meter per second. The air drag on the body is. അപ്പൊ 200 gram, അതായത് 200 gram മാസ് ഉള്ള ഒരു ബോൾ എന്ത് ചെയ്യാണ്, എയറിലൂടെ താഴോട്ട് വീഴുകയാണ്. അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 6 meter per second square ആണ്. ദ എയർ ഡ്രാഗ് ഓൺ ദ ബോഡി, ആ ബോഡിയുടെ മുകളിൽ ഉണ്ടാകുന്ന എയർ ഡ്രാഗ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബോഡി, അതായത് ഒരു ഒബ്ജക്റ്റ് എയറിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ ബോഡിയുടെ വെയിറ്റ് എങ്ങോട്ടുണ്ടാവും, ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് mg എന്ന് പറയുന്നത് എങ്ങോട്ടുണ്ടാവും, താഴോട്ടുണ്ടാകും അല്ലെ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബോഡി എയറിലൂടെ താഴോട്ട് വീഴുന്ന സമയത്ത് ആ ബോഡിയുടെ മോഷന് ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ടാകും. എന്നാൽ വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, താഴോട്ട് തന്നെ വീഴും.
അപ്പൊ ആ എയർ ഡ്രാഗ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത് ഏത് ലോ യൂസ് ചെയ്യണം? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ യൂസ് ചെയ്യണം. നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ma എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാസ് തന്നിട്ടുണ്ട് അല്ലെ, 2 കിലോഗ്രാം മാസ് തന്നിട്ടുണ്ട്. അത് 2 ഗ്രാം മാസ് ആണ്. അപ്പൊ 200 ഗ്രാം മാസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം, SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ G എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ആക്സിലറേഷൻ A ആണ്. സോ ആ ബോഡിയുടെ മുകളിൽ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? ഒന്നറിയാം, വെയിറ്റ് mg ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ mg താഴോട്ടുണ്ട്, mg ആണ് കൂടുതൽ. പിന്നെ എന്തുണ്ട്? നമ്മുടെ എയർ ഡ്രാഗ് ഉണ്ട് അല്ലെ, എയർ ഡ്രാഗ് ഉണ്ട്. ഇതിന് ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അത് എന്തിന് ഈക്വൽ ആണ്? മാസ് ഇൻറ്റു ആക്സിലറേഷന് ഈക്വൽ ആണ്. ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? എഫ് ആണ്. അതായത് എയർ ഡ്രാഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ mg മൈനസ് ma ആയിരിക്കില്ലേ ഇക്വേഷൻ എന്ന് പറയുന്നത്? mg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? mg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് mg എന്ന് പറയുന്നത്. ഓക്കെ, സോ mg 0.2 ഇൻറ്റു 9.8 മൈനസ് m ഇൻറ്റു a എന്ന് പറയുന്നത് എത്രയാണ്? 0.2 ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ 6 ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? പോയിന്റ് എന്ന് പറയുമ്പോൾ 1.96 മൈനസ് 0.2 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1.2. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ചെയ്യുന്ന സമയത്ത് 1.96 മൈനസ് 1.2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.76 ന്യൂട്ടൺ കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻസ് A 1200 ന്യൂട്ടൺ, ഓപ്ഷൻ B 1.2 ന്യൂട്ടൺ, ആൻഡ് ഓപ്ഷൻ C 1.96 ന്യൂട്ടൺ, ആൻഡ് ഓപ്ഷൻ D 0.76 ന്യൂട്ടൺ. അപ്പൊ ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ D ആണല്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ വരും എന്നുള്ള ഒരു ധാരണയോട് കൂടി ആരും പോകരുത്. പ്രോബ്ലംസ് എന്ത് ചെയ്യാം? ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബേസിൽ വരെ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുകയാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. മിസ്സിനോട് പറയണം ഇന്നത് പ്രോബ്ലം അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണം എന്നുള്ളത് കേസ്. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇൻ ഓൾഡ് ഏജ് arteries carrying blood in the human becomes narrow, resulting in the blood pressure, and this follow from, അതായത് നമുക്കറിയാം വയസ്സാവുന്നതിനനുസരിച്ച് എന്താണ് ഈ ആർട്ടറീസ്, അതായത് ബ്ലഡ് ക്യാരി ചെയ്യുമ്പോൾ ഹ്യൂമൻസിന്റെ എന്താണ് ഈ ക്യാരി ചെയ്യുന്ന ആർട്ടറീസ് എന്ന് പറയുന്നത് എന്താണ്? നാരോ ആയിട്ട് തുടങ്ങും. അങ്ങനെയെങ്കിൽ അതായത് ആ സമയത്ത് എന്താണ്, ഏത് ലോ ആണ് അപ്ലിക്കബിൾ എന്നാണ് ചോദിക്കുന്നത്? ഇൻ ഓൾഡ് ഏജ് ആർട്ടറീസ് ക്യാരിങ് ബ്ലഡ് ഇൻ ദ ഹ്യൂമൻ ബിക്കം നാരോ, റിസൾട്ടിങ് ഇൻ ബ്ലഡ് പ്രഷർ. ഓക്കെ, ഹൈ ബ്ലഡ് പ്രഷറിന് കാരണമാകും. ഏത് ലോ ആയിരിക്കും? പാസ്കൽസ് ലോ ആയിരിക്കോ, സ്റ്റോക്സ് ലോ ആയിരിക്കോ, ബെർണോളിസ് പ്രിൻസിപ്പിൾ ആയിരിക്കോ, ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ ആയിരിക്കോ? നമുക്കറിയാം വെലോസിറ്റി എപ്പോഴാണ് നേരോ ആകുന്ന സമയത്ത് വെലോസിറ്റി കൂടും അല്ലെ, കുറഞ്ഞു വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഏത് ലോ ആണ് യൂസ് ചെയ്യേണ്ടത്? നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ അല്ലേ യൂസ് ചെയ്യേണ്ടത്. അപ്പം ബ്ലഡ് പ്രഷർ കൂടാനുള്ള കാരണം വെലോസിറ്റി കുറയുമ്പം എന്താണ് അവിടെ? ബ്ലഡ് പ്രഷർ കൂടും. അപ്പൊ ഏത് ലോ ആണ്? ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഫിനോമിന ഓഫ് കാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു. ഈ കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു നാരോ ട്യൂബിലൂടെ എന്താണ് ലിക്വിഡ് റൈസ് ചെയ്ത് വരുന്ന പ്രോസസ്സിനെ ആയിരുന്നു നമ്മൾ കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കാപ്പിലാരിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ കൊഹിഷൻ, ഓപ്ഷൻ ബി അഡിഷൻ, ഓപ്ഷൻ സി കൊഹിഷൻ ആൻഡ് അഡിഷൻ ബോത്ത്, ഓപ്ഷൻ ഡി നൈദർ കൊഹിഷൻ നോർ അഡിഷൻ. ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ട്. കൊഹിഷൻ ആണോ, അഡിഷൻ ആണോ, കൊഹിഷൻ ആൻഡ് അഡിഷൻ ആണോ? അപ്പൊ കാപ്പിലാരിറ്റി എന്ന് പറയുന്നത് നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ടും കൊഹിഷൻ കൊണ്ടും അഡിഷൻ കൊണ്ടുമാണ്. എന്താണ് കൊഹിഷൻ അഡിഷൻ എന്ന് ഓർമ്മയുണ്ടായിരുന്നോ? കൊഹിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരേ മോളിക്യൂൾസ് അല്ലെ, അതായത് ഒരേ സബ്സ്റ്റൻസിലെ മോളിക്യൂൾസിന് ഇടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരുന്നു. അഡിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഡിഫറെന്റ് ടൈപ്പ് സബ്സ്റ്റൻസിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൊഹേഷനും അഡിഷനും എന്ത് ഡിസൈഡ് ചെയ്യുന്നുണ്ട്? ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ടിനെ എന്താണ് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് ഡയറക്ഷനില് നമ്മുടെ റൈസ് ചെയ്യണം, ഫോഴ്സ് റൈസ് ചെയ്യണം, ഏത് മാഗ്നിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ റൈസ് ചെയ്യണം, ഫോഴ്സ് റൈസ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ ആണ് കൊഹിഷൻ ആൻഡ് അഡിഷൻ. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ സി ആയിരിക്കും.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ ഒരു ബ്രാഞ്ച് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. ഏതൊക്കെയാണ്? സ്റ്റഡി ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി. അതായത് ഹീറ്റിനെ കുറിച്ചും ബാക്കിയുള്ള ഫോംസ് ഓഫ് എനർജിനെയും കുറിച്ചുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്തെന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതായിരിക്കുമോ? രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് കൺവേർഷൻ ഓഫ് കെമിക്കൽ എനർജി ടു അതർ ഫോം ഓഫ് എനർജി. കെമിക്കൽ എനർജിയെ മറ്റ് പല ഫോം ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ്. അതാണോ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്? ഓപ്ഷൻ സി സ്റ്റഡി ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ കെമിക്കൽ എനർജി ടു അതർ ഫോംസ് ഓഫ് എനർജി ആൻഡ് മെക്കാനിക്കൽ എനർജി ടു അതർ ഫോംസ് ഓഫ് എനർജി. മെക്കാനിക്കൽ എനർജിനെ ബാക്കിയുള്ള ഫോംസ് ഓഫ് എനർജി ആക്കി മാറ്റുന്നതാണോ എന്നുള്ളത്. ഓക്കെ. ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് കൺവേർഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ടു അതർ ഫോം ഓഫ് എനർജി. അപ്പം ഏതായിരിക്കും എന്നറിയോ? അതായത് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെ കുറിച്ചാണ് അല്ലെ, ടെമ്പറേച്ചറിനെ കുറിച്ചാണ്. അപ്പൊ ഹീറ്റിനെ കുറിച്ചും ബാക്കിയുള്ള അതർ ഫോംസ് ഓഫ് എനർജിനെയും കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ആണ് ഇതെന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് അതർ ഫോം ഓഫ് എനർജി. അപ്പൊ ഏതാ വരിക? ഓപ്ഷൻ എ. ഓക്കെ. നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ ദ ഇന്റേണൽ എനർജി ഓഫ് ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഐഡിയൽ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ടെമ്പറേച്ചർ ഓൺലി, ഓപ്ഷൻ ബി വോളിയം ഓൺലി, ഓപ്ഷൻ സി ബോത്ത് വോളിയം ആൻഡ് ടെമ്പറേച്ചർ, ഡി നോട്ട് ബോത്ത് വോളിയം ആൻഡ് ടെമ്പറേച്ചർ ടുഗെദർ. അപ്പൊ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഒരു ഫാക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏത് ഫാക്ടറിനെയാണ്? നമ്മുടെ ടെമ്പറേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ടെമ്പറേച്ചറിനെ മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഓപ്ഷൻ എ. ഓക്കെ. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. Next is the ratio of fundamental frequencies produced by an open pipe and a closed pipe of same length. ഒരേ ലെങ്ത് ഉള്ള ക്ലോസ്ഡ് പൈപ്പും അതുപോലെ ഓപ്പൺ പൈപ്പും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്തറിയണം? കണ്ടത് ഇത് പ്രോബ്ലം ടൈപ്പ് ആണ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ABCD എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലം, അത് ഇക്വേഷൻ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻസ് ഓപ്പൺ പൈപ്പിന്റെ കേസിലും ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിലും നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓപ്പൺ പൈപ്പിന്റെ കേസിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി n എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു V divided by 12 ആണ്. എന്താണ്? V divided by 12. ഓക്കെ. V divided by 12. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ഓക്കെ. n ഈസ് ഈക്വൽ ടു V divided by 12 ആണ്. അപ്പം അത് ഏതാണ്? ഓപ്പൺ പൈപ്പിന്റെ കേസിലുള്ള കേസാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം വന്നതിന് ജസ്റ്റ്, അതായത് ചെറിയൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഓക്കെ. ഇപ്പം ക്ലിയർ ആണ്. ഓക്കെ. 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 അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ്? ഓപ്പൺ പൈപ്പിന്റെ കേസിൽ n ഈസ് ഈക്വൽ ടു എന്താണ്? V by 12 ആണ്. n ഈസ് ഈക്വൽ ടു V divided by 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ ക്ലോസ്ഡ് പൈപ്പ് എന്തായിരിക്കും? ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത്, ഓക്കെ, ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ പൈപ്പ് അല്ല, ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിൽ. ഒറ്റ മിനിറ്റ്, ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. ഓക്കെ. അപ്പം ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിലാണെങ്കിൽ n ഡാഷ് എന്ന് പറയുന്നത് V/4L ആണ്. അപ്പൊ ഇത് നമ്മുടെ എവിടെ പഠിച്ചിട്ടുള്ളതാണ്? നമ്മുടെ വേവ് ഫിനോമിന എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം ഓപ്പൺ പൈപ്പിന്റെയും ക്ലോസ്ഡ് പൈപ്പിന്റെയും ഫ്രീക്വൻസിയുടെ എന്താ ചോദിച്ചിട്ടുള്ളത്? റേഷ്യോ ആണല്ലേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് n/n ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? V/12 ഡിവൈഡഡ് ബൈ V/4L എന്ന് കിട്ടും. അപ്പൊ അതെന്താ? നമുക്കറിയാം ഇതിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ V/12 ഇൻറ്റു 4L/2
വി എന്ന് വരും അല്ലെ. നമ്മൾ ആ ഡിനോമിനേറ്ററിലേക്ക് ഉള്ളത് നമ്മൾ മുകളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെയല്ലേ വരിക? വിയും ക്യാൻസൽ ചെയ്യും, എല്ലും ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ വരിക നമുക്ക്? 4/2 അല്ലെ. 4/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/1 അല്ലേ. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഇതിന്റെ ഓപ്പൺ പൈപ്പിന്റെയും ക്ലോസ്ഡ് പൈപ്പിന്റെയും ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാർമോണിക്കും സെക്കൻഡ് ഹാർമോണിക്കും കണ്ടുപിടിക്കാൻ സുഖമല്ലേ? നിങ്ങൾ പഠിച്ചതല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിന്റെ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് വരും. ഇത് ഫസ്റ്റ് ഹാർമോണിക്കോ സെക്കൻഡ് ഹാർമോണിക്കോ ഒക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പം പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ടാകുക. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 7ാമത്തെ ഭാഗമാണ്, ക്വസ്റ്റ്യൻ ആണ്. When a wave passes from one medium to another, there is a change of. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ഒരു വേവ് ട്രാവൽ ചെയ്തു പോകുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ച് വരും, അല്ലെങ്കിൽ എന്തിലൊക്കെയാണ് മാറ്റം വരുന്നതെന്നാ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫ്രീക്വൻസി ആൻഡ് വെലോസിറ്റി, ഓപ്ഷൻ ബി വേവ് ലെങ്ത് ആൻഡ് വെലോസിറ്റി, ആൻഡ് ഓപ്ഷൻ സി ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്, ആൻഡ് ഓപ്ഷൻ ഡി ഫ്രീക്വൻസി വേവ് ലെങ്ത് ആൻഡ് വെലോസിറ്റി. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വേവിന്റെ വേവ് ലെങ്ത്, അതായത് വേവ് ലെങ്തോ വെലോസിറ്റിയോ അതുപോലെ ഫ്രീക്വൻസി ഒക്കെ എന്താ? അതിന്റെ പ്രോപ്പർട്ടീസ് ആണല്ലേ. ഫ്രീക്വൻസി എന്താണ്, വേവ് ലെങ്ത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം അതായത് ഒരു മീഡിയത്തിൽ നിന്ന് ഒരു മറ്റൊരു മീഡിയത്തിലേക്ക് ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? അതിലൊരു മാറ്റവും വരില്ല. കാരണം ഫ്രീക്വൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ആ മീഡിയത്തിനെയല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, സോഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഫ്രീക്വൻസി. ഒരു മീഡിയത്തിൽ നിന്ന് ഒരു മറ്റൊരു മീഡിയത്തിലേക്ക് വേവ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസിക്ക് യാതൊരു മാറ്റവും വരില്ല. പക്ഷെ വേവ് ലെങ്ത് എന്ന് പറയുന്നതും വെലോസിറ്റി എന്ന് പറയുന്നത് എന്തെയും ചേഞ്ച് ചെയ്യും. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി വേവ് ലെങ്ത് ആൻഡ് വെലോസിറ്റി. റീസൺ എന്താ ചോദിച്ചാൽ നമുക്ക് റീസൺ ഇല്ല, പക്ഷെ പഠിച്ചു വെക്കണം. ഫ്രീക്വൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സോഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു കണ്ടക്ടിങ് സ്പിയർ ഓഫ് റേഡിയസ് R1 and R2 are at the same electric potential. അപ്പൊ നമ്മളെ കയ്യിൽ രണ്ട് കണ്ടക്ടിങ് സ്പിയർ ഉണ്ട്. കണ്ടക്ടിങ് സ്പിയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്ന രണ്ട് സ്പിയർ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിന്റെ റേഡിയസ് എന്താണ്? R1 and R2 ആണ് അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അത് രണ്ടും എന്താണ്? ഒരേ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലാണ് ഉള്ളത്, സെയിം ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിന്റെ ചാർജസിന്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഹായ്. ഓക്കെ, അപ്പം ചാർജുകളുടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്തറിയണം എന്നറിയോ? പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ അറിയാം. എന്തായിരുന്നു പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ? ആർക്കെങ്കിലും അറിയോ? എന്തായിരുന്നു നമ്മൾ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ പഠിച്ച്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അത് കണ്ടക്ടിങ് സ്പിയറിന്റെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? Q ഡിവൈഡഡ് ബൈ 4πε0 R ആയിരുന്നു അല്ലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് ചാർജസ് ഉണ്ട്, Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ് ഉണ്ട്. രണ്ട് കണ്ടക്ടിങ് സ്പിയേഴ്സ് ആണല്ലേ. രണ്ട് കണ്ടക്ടിങ് സ്പിയേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് റേഡിയസ് ആയിരിക്കില്ലേ R1 R2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റത്തെ പൊട്ടൻഷ്യൽ എന്താണ്? Q1 ബൈ 4πε0 R1 that is equal to എന്തായിരിക്കും? Q2 ഡിവൈഡഡ് ബൈ 4πε0 R2. എന്തുകൊണ്ടാ മിസ് ഇതിന് ഈക്വൽ ടു എന്ന് എഴുതിയത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് രണ്ട് കണ്ടക്ടിങ് സ്പിയേഴ്സിന്റെയും എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ഈ 4πε0 എന്ന് പറയുന്നത് എന്താണ്? ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അങ്ങനെയാണെങ്കിൽ ചാർജിന്റെ റേഷ്യോ എന്തായിരിക്കും? Q1 ബൈ Q2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? R1 അപ്പുറത്തെ സൈഡിലോട്ട് പോവല്ലോ. അപ്പൊ എന്ത് വരും? R1 ബൈ R2 എന്ന് വരും. സോ ഇതാണ് റിലേഷൻ എന്ന് പറയുന്നത്. Q1 ബൈ Q2 ഈസ് ഈക്വൽ ടു R1 ബൈ R2. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്, R1 ബൈ R2 ആണ്. അപ്പൊ സെയിം പൊട്ടൻഷ്യൽ ആണ്. പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ കൊടുക്കുക, രണ്ട് കേസിലും എഴുതുക, ഈക്വൽ ടു ചെയ്യുക, ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യുക, റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? R1 ബൈ R2 എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9th ക്വസ്റ്റ്യൻ. The sequence of colored rings in a carbon resistor is red, yellow, blue and silver. The resistance of the carbon resistor is. നിങ്ങൾ കാർബൺ റെസിസ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിന് എന്ത് കളർ കോഡും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ 4 കളർ തന്നിട്ടുണ്ട്.
അങ്ങനെയെങ്കിൽ ആ റെസിസ്റ്ററിന്റെ അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസിന്റെ എത്രയാ റെസിസ്റ്റൻസ് എന്ന് കണ്ടുപിടിക്കണം. റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നിങ്ങൾക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അറിയുമെങ്കിൽ 4 ബാൻഡ് കോഡ് എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട്. 4 കളേഴ്സ് അല്ലേ തന്നിട്ടുള്ളത്. അപ്പൊ 4 കളേഴ്സിന് നമ്മൾ 4 ബാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ ഫസ്റ്റത്തെ 2 ബാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിജിറ്റിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാകുക. ഇനി മൂന്നാമത്തെ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലയർ ആണ്. 4ാമത്തെ ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടോളറൻസ് ആണ്. ഇതാണ് റെസിസ്റ്ററിന്റെ കേസിലെ, കാർബൺ റെസിസ്റ്ററിന്റെ കേസിലെ എന്തത് 4 ബാൻഡ് കോഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് 2 എന്താണ്? ഡിജിറ്റ് ആണ്. മൂന്നാമത്തത് മൾട്ടിപ്ലയർ ആണ്. 4ാമത്തത് എന്താണ്? ടോളറൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പക്ഷെ കളർ കോഡ് അറിയണമെങ്കിൽ കുറെ കളേഴ്സ് ഉണ്ടാവും. പക്ഷെ ഏത് ആദ്യം വരും എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നുവെങ്കിൽ ഈ ഒരൊറ്റ കോഡ് പഠിച്ചാൽ മതി. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. ഈ ഒരൊറ്റ കോഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. BB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 2 3. പിന്നെ ഗ്രേറ്റ് ബ്രിട്ടനിലെ G 4 5 6 7 8 ഇങ്ങനെ വരും. അതായത് BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. ഓക്കെ, അപ്പൊ ബി എന്ന് പറയുന്ന ഫസ്റ്റത്തെ ബി ബ്ലാക്ക്, ബ്രൗൺ, റോയില് റെഡ്, ഓറഞ്ച്, യെല്ലോ. ഗ്രേറ്റ് ബ്രിട്ടനിലെ ഗ്രേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രീൻ ആയിരിക്കും. ആൻഡ് ബ്ലൂ, വയലറ്റ്, എന്താണ്? ഗ്രേ ആൻഡ് വൈറ്റ്. ഇങ്ങനെയാണ് കളർ കോഡ് എന്ന് പറയുന്നത്. ഈ കളർ കോഡുകൾക്ക് ഉണ്ടല്ലോ ഓരോന്നിനും ഓരോ നമ്പേഴ്സ് ഉണ്ടാവും, ഡിജിറ്റ്സ് ഉണ്ടാകും, മൾട്ടിപ്ലയർ ഉണ്ടാവും, പിന്നെ ടോളറൻസ് ഉണ്ടാവും. അപ്പൊ ആ 4 ബാൻഡുകൾ ഏതൊക്കെയാ നിങ്ങൾ നോക്കുക. ആ 4 ബാൻഡ് ഓരോ കളേഴ്സിന് നിങ്ങൾ എങ്ങനെ വാല്യൂസ് കൊടുക്കണം എന്നറിയോ? ഇവിടെ നമ്മളോട് പറഞ്ഞിട്ട് കളർ എന്താണ്? റെഡ്, യെല്ലോ, ബ്ലൂ എന്നാ പറഞ്ഞിട്ടുള്ളത്. അത് റെഡ്, യെല്ലോ, ബ്ലൂ, സിൽവർ. അപ്പൊ ഫസ്റ്റത്തെ ഏതാണ്? റെഡ് ആണല്ലേ, റെഡ്. രണ്ടാമത്തെ ഇതാണ് യെല്ലോ ആണ്, യെല്ലോ. ആൻഡ് മൂന്നാമത്തേത് ഇതാണ് ബ്ലൂ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ സിൽവർ. അപ്പൊ ആദ്യത്തെ രണ്ട് ഡിജിറ്റ്സിന്റെ എന്താണ്? നമ്മൾ 2 ബാൻഡിന്റെ ഡിജിറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി മൂന്നാമത്തേത് അല്ലേ, അത് നമ്മൾ എന്താണ്? ബ്ലൂ. അതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മൾട്ടിപ്ലയർ ആണ്. ആൻഡ് 4ാമത്തേത് ടോളറൻസ് ആണ്. അപ്പൊ അതിന്റെ ഒരു ടേബിൾ മിസ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നിങ്ങളുടെ കളറും ഡിജിറ്റും മൾട്ടിപ്ലയറും വരിക. ഓക്കെ, കളർ, ഡിജിറ്റ്, മൾട്ടിപ്ലയർ ആൻഡ് ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പം ഓരോ കളറിന്റെ ഡിജിറ്റ്സ് അറിയാലോ നിങ്ങൾക്ക്. ആ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റ്സ് കണ്ടുപിടിക്കുക. മൾട്ടിപ്ലയറും ടോളറൻസും നിങ്ങൾ ഓർത്ത് വെക്കുക. മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ ആ ഡിജിറ്റ് 10 raised to ആ ഡിജിറ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ അത് ബ്ലാക്കിൻ്റെത് 0 ആണെങ്കിൽ അതിന്റെ മൾട്ടിപ്ലയർ എന്തായിരിക്കും? 10 raised to 0 എന്നായിരിക്കും. ഓക്കെ, 10 raised to 0 എന്നായിരിക്കും. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? റെഡ്, യെല്ലോ അല്ലേ? ഓക്കെ, റെഡ്, യെല്ലോ, ബ്ലൂ, സിൽവർ ആണ്. അപ്പൊ ഫസ്റ്റത്തെ റെഡ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? റെഡിന്റെ കോഡ് ഏതാ? റെഡിന്റെ കോഡ് എന്ന് പറയുന്നത് 2. യെല്ലോവിന്റെ കോഡ് ഏതാ? യെല്ലോയുടെ കോഡ് എന്ന് പറയുന്നത് 4. പിന്നെ നമ്മൾ എന്താ മൂന്നാമത്തെ ഡിജിറ്റ് എന്താ നോക്കേണ്ടത്? മൂന്നാമത്തെ ബാൻഡ് എന്താ നോക്കേണ്ടത്? മൾട്ടിപ്ലയർ ആണല്ലേ നോക്കേണ്ടത്. മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ ഏതാണ്? ബ്ലൂവിൻ്റെത് എന്തായിരിക്കും? 10 raised to 6 അല്ലെ. മൾട്ടിപ്ലയർ പറയുമ്പോൾ 10 raised to 6. ഇനി സിൽവർ ആണ്. സിൽവർ 4ാമത്തെ ബാൻഡിന്റെ ടോളറൻസ് ആണ്. സിൽവറിന്റെ ടോളറൻസ് എത്രയാണ്? +or-10%. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ എന്ന് പറയുന്നത് എത്രയാണ്? അല്ല, ഓപ്ഷൻ എ 24 × 10 raised to 6 +or-5% പക്ഷെ നമുക്കറിയാം ഇവിടെ സിൽവർ ആയതുകൊണ്ട് അതിന്റെ എന്താണ്? 10% അല്ലേ വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആയിരിക്കും എന്ന് പറയും എന്താ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A drawing of the lines of force of magnetic field provides the information of. നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അങ്ങ് വരച്ചു. ആ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷനാ തരിക? ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളോട് ഒരാൾ പറയാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓപ്ഷൻ എ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് ഓൺലി. ഓപ്ഷൻ ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫീൽഡ് ഓൺലി. ഓപ്ഷൻ സി ബോത്ത് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫീൽഡ്. ആൻഡ് ഓപ്ഷൻ ഡി ദ ഫോഴ്സ് ഓഫ് ദ ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് 2 കാര്യങ്ങൾ തരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് തരുന്നുണ്ട്, എത്ര ഉണ്ടെന്ന്, അതായത് എത്ര ഫീൽഡ് ഉണ്ട് എന്നുള്ളതിന്റെ മാഗ്നിറ്റ്യൂഡ് തരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം അത് ഏത് ഡയറക്ഷനിലാണെന്ന് തരുന്നുണ്ട്. അപ്പൊ 2 കാര്യങ്ങളാണ് ഒരു മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് നമുക്ക് തരുന്നത്. ഏതൊക്കെയാണ്? ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ?
ഓക്കെ, ഇതൊക്കെ നമുക്ക് വൺ വേർഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അതിൽ പ്രോബ്ലംസ് വരുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാൻ എഴുതാൻ നോക്കണം. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞിട്ട് ഓക്കെ ഇതായിരിക്കും എന്നുള്ള ഒരു ഗസ് വർക്കിന് പോകാൻ പാടില്ല. MCQയിൽ എന്ത് വന്നു കഴിഞ്ഞാൽ, പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ആയിരിക്കും. ചിലപ്പോൾ 2.41 ആയിരിക്കാം, മറ്റേത് 2.42 ആയിരിക്കും. എക്സാക്ട്ലി ചെയ്ത വാല്യൂ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എന്ത് എഴുതാൻ വേണ്ടി പാടുള്ളൂ, ഓപ്ഷൻ എഴുതാൻ വേണ്ടി പാടുള്ളൂ. Okay, and next is 11th question. The refractive index of glass is 1.5 for a light waves of lambda 600 angstrom in vacuum. Its wavelength in a glass is. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു ഗ്ലാസ് മെറ്റീരിയൽ ഉണ്ട്. ആ ഗ്ലാസ് മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ് തന്നിട്ടുണ്ട്, 1.5 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ലാംഡ എന്ന് പറയുന്നത് എത്രയാണ്, ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 6000 ആങ്സ്ട്രോൺ ആണ് വാക്വത്തില്. അങ്ങനെയാണെങ്കിൽ ഗ്ലാസിന്റെ വേവ് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതും ഒരു പ്രോബ്ലം മോഡൽ ആണല്ലേ. അപ്പൊ നമുക്ക് ആദ്യം അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. വാട്ട് ഇസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആയിരുന്നു. അതായത് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. എന്നാൽ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഫ്രീക്വൻസി? ഇല്ലല്ലോ. ഫ്രീക്വൻസി എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, സോഴ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എന്താണ് പറയാ, വാക്വം ആണ്, അതുപോലെ എന്താണ് ഗ്ലാസും ആണല്ലേ, നോട്ട് പ്രിസം, ഗ്ലാസും ആണല്ലേ. അപ്പൊ അത് രണ്ട് ഡിഫറെന്റ് മീഡിയം ആണല്ലോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എവിടെയാണ്, നമുക്ക് എന്തിലുള്ള വാക്വത്തിലുള്ള വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നിട്ടുണ്ട്, അത് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നിട്ടുണ്ട്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എന്താണ്, അതായത് വേവ് ലെങ്ത് ഓഫ് ഗ്ലാസ്സിൽ ഉണ്ടാവുന്ന വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് μg divided by μv is equal to lambda v divided by lambda g. μg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ ദ, അതായത് വാക്വത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്, ലാംഡ വേവ് ലെങ്ത് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ എന്താണ്, വേവ് ലെങ്ത് ഓഫ് ദ ഗ്ലാസ് ആണ്. ഇതിൽ നമുക്ക് എന്തറിയാം, μg അറിയാം, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് ഓൾറെഡി തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് μv നിങ്ങൾക്ക് അറിയില്ല, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാക്വം എന്ന് പറയുന്നത് 1 ആണ്. അത് എപ്പോഴും ഓർത്ത് വെക്കണം. ഓക്കെ, വാക്വത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്, 1 ആണ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ തരാത്തത്. അപ്പൊ നിങ്ങൾ അവിടെ അത് ആ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അപ്പൊ നിങ്ങൾക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്താ, നമുക്ക് ക്വസ്റ്റ്യനിൽ തരാത്തത് കൊണ്ട് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നുള്ളത് വിചാരിക്കാൻ വേണ്ടി പാടില്ല. അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ നമ്പേഴ്സും അതുപോലെ തന്നെ കോൺസ്റ്റൻസും ഒക്കെ നമ്മൾ ഫിസിക്സിൽ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രോബ്ലത്തിൽ തന്നോളന്നില്ല. അപ്പൊ ജിയുടെ വാല്യൂ എപ്പോഴും പ്രോബ്ലത്തിൽ തരില്ല. അത് നമ്മൾ 9.8 നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ എടുക്കുക തന്നെ വേണം. അതുപോലെയാണ് എന്തെന്ന് പറയുന്നത്, വാക്വത്തിന്റെ ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാക്വം എന്ന് പറയുന്നത് അതേപോലെ ഒരു കേസാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ലാംഡ ജി ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. ലാംഡ ജി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ലാംഡ വി ഡിവൈഡഡ് ബൈ μg ഇൻറ്റു എന്തായിരിക്കും, μv ആയിരിക്കും. ഈ ലാംഡ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് അല്ലെ, വേവ് ലെങ്ത് ഇൻ വാക്വം ആണ്. അത് എത്രയാണ്, 6000 ആണ് അല്ലെ, ഡിവൈഡഡ് ബൈ എത്രയാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് 1.5 ഇൻറ്റു 1. ഇത് ചെയ്യുന്ന സമയത്ത്, കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും എന്നറിയോ, 4000 ആങ്സ്ട്രോം എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പൊ 4000 ആങ്സ്ട്രോം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മീൻസ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. അപ്പൊ നമ്മളങ്ങനെ 11th ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് എത്രയാണ്, ഒരു 5 ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിയും. ഓക്കെ, ഇനി നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാൻ വേണ്ടി പോവാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ കോസ് ഓഫ് ബ്ലൂ കളർ ഓഫ് ദ ഓഷ്യൻ ഈസ്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതായത് സമുദ്രത്തിന്റെ കളറ് നീല നിറത്തിലാവാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിഫ്ലക്ഷൻ ആണോ, ഇന്റർഫറൻസ് ആണോ, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ആണോ, സ്കാറ്ററിംഗ് ആണോ, ഡിസ്പേർഷൻ ആണോ? അപ്പൊ ഓപ്ഷൻസ് നോക്കിയേ, റിഫ്ലക്ഷൻ, ബി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ വാട്ടർ മോളിക്യൂൾസ്, സി ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ, ഡി റിഫ്രാക്ഷൻ. അപ്പൊ പഠിച്ചു വെക്കുക, ആകാശത്തിന്റെ കളർ നീലയാവാനുള്ള കാരണവും അതുപോലെ തന്നെ എന്താണ് ഈ ബ്ലൂ സി, അതായത് നമ്മുടെ കടലിന്റെ, അതായത് സമുദ്രത്തിന്റെ ഒക്കെ കളർ നീലയാവാനുള്ള കാരണമൊക്കെ എന്ത് തന്നെയാണ്, സ്കാറ്ററിംഗ് ആണ്. അത് സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിങ്ങൾ കുറച്ച് അപ്ലിക്കേഷൻസ് പഠിച്ചിട്ടുണ്ടാവും.
അപ്പം ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ വാട്ടർ മോളിക്യൂൾസ്. എന്താണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ വാട്ടർ മോളിക്യൂൾസ്? ക്ലിയർ ആണോ? നെക്സ്റ്റ്, ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൌണ്ട് ആൻ എഡ്ജ് ഓഫ് ആൻ ഒബ്സ്റ്റക്കിൾ. ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ ആ ഒബ്സ്റ്റക്കിളിന്റെ എഡ്ജിൽ ഒരു ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയാ? പോളറൈസേഷൻ, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ. നമുക്കറിയാലേ ബെൻഡിങ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? എഡ്ജില് ബെൻഡ് ചെയ്യുന്ന ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന പോകുന്ന പ്രോസസ് ഏതാണ്? ഡിഫ്രാക്ഷൻ. ഓക്കെ, ഓപ്ഷൻ സി. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which of the following spectral series fall within visible region of electromagnetic radiation? നിങ്ങൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ലൈൻ സീരീസ് പഠിച്ചു, ലൈൻമാൻ, ബാൽമർ, പാഷൻ, ഫണ്ട്, ബ്രാക്കറ്റ് എന്നൊക്കെ പഠിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയെങ്കിൽ ഏത് റീജിയനിലാണ്, ഏത് സ്പെക്ട്രൽ സീരീസിലാണ് നമുക്ക് എന്ത് കിട്ടുക? വിസിബിൾ റീജിയൻ കിട്ടുക. ഏത് റീജിയനിലായിരുന്നു കിട്ടുക? നമുക്ക് ഏത് സ്പെക്ട്രൽ സീരീസിലായിരുന്നു കിട്ടുക? ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ ഏത് സ്പെക്ട്രൽ സീരീസിലാണ് നിങ്ങൾക്ക് വിസിബിൾ റീജിയൻ കിട്ടുന്നുള്ളത്? ലൈൻമാൻ ആണോ, ബാൽമർ ആണോ, പാഷൻ ആണോ, ഫണ്ട് ആണോ? എന്താണ്? ബാമർ സീരീസിലാണ്. ലൈൻമാനിൽ ഏതായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? UV ആയിരുന്നു. ഇത് രണ്ടും എങ്ങനെയാണ്? ഇൻഫ്രാറെഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ബാമർ സീരീസിലാണ് നമുക്ക് എന്ത് കിട്ടുക? വിസിബിൾ റീജിയൻ കിട്ടുക. ഓക്കെ, ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ. ഇൻ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ ദ കറന്റ് കണ്ടക്ഷൻ ഇസ് ഡ്യൂ ടു. എന്തായിരുന്നു പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്? നമ്മുടെ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ഒരു ഡോപ്പിംഗ് അല്ല ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് ഒരു എക്സ്റ്റൻസിക് സെമി കണ്ടക്ടറാക്കി മാറ്റി. ഏത് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോഴായിരുന്നു? ഡോപ്പന്റ് എന്ന് പറയുന്ന ഏതായിരുന്നു? ട്രൈവാലന്റ് അല്ലേ? അപ്പൊ അവിടെ എന്താണ്? ഒരു ഹോൾ അല്ലേ വന്നിട്ടുണ്ടായിരുന്നത്? അപ്പൊ ഇവിടെ കറണ്ടിന്റെ കാര്യം അല്ലെങ്കിൽ കറണ്ട് കണ്ടക്ഷന് കാരണമായിട്ടുള്ള പി ടൈപ്പ് സെമി കണ്ടക്ടറില് കറന്റ് കണ്ടക്ഷന് കാരണമായിട്ടുള്ളത് ഏതായിരിക്കും? ഹോൾസ് ആയിരിക്കും. അപ്പൊ നേരെ ക്വസ്റ്റ്യൻ മാറ്റി എൻ ടൈപ്പ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇലക്ട്രോൺസ് എഴുതാം. ഓക്കെ, സോ ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ ദ കറന്റ് കണ്ടക്ഷൻ ഇസ് ഡ്യൂ ടു എന്താണ്? ഹോൾസ്. ഇനി നമ്മൾ MCQ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ഡോപ്പിംഗ് വിത്ത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമുക്ക് എപ്പോഴാ കിട്ടുക? ഏത് ഇമ്പ്യൂരിറ്റി നിങ്ങൾ ഡോപ്പ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടുക. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി, പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി, ടെട്രാവാലന്റ് ഇമ്പ്യൂരിറ്റി, ട്രൈവാലന്റ് ആസ് വെൽ ആസ് ടെട്രാവാലന്റ് ഇമ്പ്യൂരിറ്റി. ഏതായിരുന്നു? നമുക്കറിയാം എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടണമെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി അല്ലെ, പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ ഡോപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്? കിട്ടുന്നുണ്ടായിരുന്നത്. സോ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി. അപ്പൊ 16 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 14 എന്താണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നോക്കിക്കേ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്? പ്രോബ്ലംസ് വരുന്നുണ്ട്. പ്രോബ്ലംസ് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കറക്റ്റ് ആയിട്ട് അറിയെങ്കിൽ മാത്രം നിങ്ങൾ എന്തായാലും ഗസ് വർക്കിന് പോകാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക. ഇനി നമുക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് സെക്ഷൻ എയിൽ തന്നെ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ, അതായത് സെക്ഷൻസ് ഉണ്ടാവും. അത് 2 പാർട്ടായിരിക്കും. 1 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് വരുന്ന സെക്ഷൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം. നമ്പർ 17 to 28 ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഓഫ് 2 മാർക്സ് ഈച്ച്. അതായത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് 2 മാർക്സ് ഈച്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ 17ാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഈ പുതിയ അതായത് മാറിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നിങ്ങൾക്ക് ഒരു പാസേജ് തരും. അതിൽ നിങ്ങൾ വായിച്ചിട്ട് ആ പാസേജിനെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? 2 ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് തരും. അതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്. സോ ഫസ്റ്റത്തെ ഒരു പാസേജ് നമുക്ക് വായിക്കാം. ഫ്രിക്ഷൻ ബിറ്റ്വീൻ എനി 2 സർഫസ് ഇൻ കോണ്ടാക്ട് ഈസ് ദ ഫോഴ്സ് ദാറ്റ് ഓപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദം. നിങ്ങൾക്ക് അറിയാലോ, അതായത് 2 സർഫസുകൾ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അല്ലെ, അതിനെ ഒപ്പോസ് ചെയ്യുന്ന എന്തുണ്ടാവും? ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവും. ആ ഫോഴ്സിനെ നമ്മൾ പറയുക എന്തായിരുന്നു? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. The force of limiting friction between any 2 surfaces in contact is directly proportional to the normal reaction R between them. ഈ ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 2 സർഫസുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്? നമ്മുടെ നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്.
അപ്പം എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ഓർ എഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു ആർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ മ്യൂ എന്ന് പറയുന്നത് എന്താണ് ടാൻ തീറ്റയാണ്. അപ്പൊ നമ്മളുടെ ഫസ്റ്റത്തെ അതായത് ഈ പാസേജ് വായിച്ചിട്ട് നിങ്ങൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മാക്സിമം ഫോഴ്സ് ഓഫ് എ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ എ പെയർ ഓഫ് സർഫേസസ് ഇൻഡിപെൻഡന്റ് ഓഫ്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ ലോ പഠിക്കുന്ന സമയത്ത്, അത് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തിന് ഇൻഡിപെൻഡന്റ് ആണ്? ആ രണ്ട് സർഫസുകൾ തമ്മിൽ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഏരിയ ഉണ്ടാവില്ലേ, ആ ഏരിയ ഓഫ് കോണ്ടാക്ടിന് ഇൻഡിപെൻഡന്റ് ആണ്. അത് പറഞ്ഞിട്ടാണ് ആ ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഏതായിരിക്കും മാക്സിമം ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ എ പെയർ ഓഫ് സർഫേസസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്? ഏരിയ ഓഫ് കോണ്ടാക്ട് ആണ്. ഏരിയ ഓഫ് കോണ്ടാക്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏരിയ ഓഫ് കോണ്ടാക്ടിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇതേ ഭാഗത്തു നിന്ന് തന്നെ ഈ പാസേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടെ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? യൂണിറ്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ എന്ത് കണ്ടുപിടിക്കണം? യൂണിറ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം മ്യൂ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ മ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഡിവൈഡഡ് ബൈ ആർ. ഇതെന്ന് പറയുന്നത് എന്താണ്? നോർമൽ ഫോഴ്സ് ആണ് അല്ലെ? നോർമൽ ഫോഴ്സ് ആണ്. അപ്പൊ നോർമൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഡിവൈഡ് ബൈ നോർമൽ ഫോഴ്സ്, രണ്ടിന്റെയും യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ബൈ ന്യൂട്ടൺ. അപ്പൊ എന്തായിരിക്കും? ക്യാൻസൽ ചെയ്ത് പോകും. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റ്ലെസ് ആയിരിക്കും. അപ്പൊ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്തില്ല? യൂണിറ്റ് ഇല്ല. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്തില്ല? യൂണിറ്റ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് മിസ് പ്രാക്ടിക്കൽ എക്സാമിന്റെ റിസൾട്ട് എന്ന് വരും. ആക്ച്വലി എനിക്ക് ഈ പ്രാക്ടിക്കൽ എക്സാമിന്റെ റിസൾട്ടിനെ കുറിച്ച് ഒരു ഐഡിയ എനിക്കില്ല. അപ്പം ഈ എക്സാമിന്റെ റിസൾട്ട് വരും നമ്മുടെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എന്തായാലും തരുന്നതായിരിക്കും. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ന് വരും എന്നുള്ള കാര്യം നമ്മുടെ ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇൻഫർമേഷൻസ് എന്തായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് ഫോളോവിങ് വേർഡ്സ്. അപ്പൊ ഇനിയിപ്പോ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയത് കണ്ടോ? 16 ഒബ്ജക്റ്റീവ് MCQ ആയിരുന്നെങ്കിൽ ഇനി എങ്ങനെയാണ്? എന്താണ്, ഒരു പാസേജ് തന്നിട്ട് അതിന് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിക്കട്ടെ, ഇത് നിങ്ങളുടെ മോഡൽ പേപ്പർ ആണ്. അപ്പൊ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടാകുക. ഓക്കെ, സോ കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് ദ ഫോളോയിങ് വേർഡ്സ്. ടോട്ടൽ ലീനിയർ മൊമെന്റം ഓഫ് ഡാഷ് സിസ്റ്റം ഇസ് കൺസേർവ്ഡ്. ഏതോ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? കൺസേർവ്ഡ് ആണ്. കൺസേർവ്ഡ് ആവാന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ചെയ്യില്ല, കോൺസ്റ്റന്റ് ആയിരിക്കും. ഏതായിരിക്കും? ഏത് സിസ്റ്റത്തിന്റെ ആയിരിക്കും? നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ലീനിയർ മൊമെന്റം, എനർജി, ഐസൊലേറ്റഡ് ഫോഴ്സ്. അപ്പൊ നമുക്കറിയാലോ, ഐസൊലേറ്റഡ് അല്ലേ? ഐസൊലേറ്റഡ് സിസ്റ്റം എന്നല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? സോ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും, അതായത് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് റീകോയിൽ ഓഫ് ദ ഗൺ ഇസ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഡാഷ്. റീകോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞ എന്തിന്റെ അപ്ലിക്കേഷൻ ആയിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഏതായിരുന്നു? ലീനിയർ മൊമെന്റത്തിന്റെ. അപ്പം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഡാഷ് ഏതായിരിക്കും? ലീനിയർ മൊമെന്റം. അപ്പം രണ്ട് ബ്രാക്കറ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഏതാണോ കറക്റ്റ് ഓപ്ഷൻ അത് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, a force F is equal to 5 plus 3, that is 5i cap plus 3j cap act on a particle to give a displacement d is equal to 3i plus 4j meter. Calculate the magnitude of force. How much work is done by the force? ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? അപ്പൊ ഫോഴ്സിന് എങ്ങനെ തന്നിട്ടുണ്ട്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു 5i plus 3j എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3i plus 4j. എന്താണ്? 3i plus 4j ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളോട് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാ നിങ്ങൾ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക? വെക്ടർ ഫോമിൽ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എന്താണ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ? സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്താൽ മതി?
നമ്മുടെ എക്സ് കമ്പോണന്റിന്റെയും വൈ കമ്പോണന്റിന്റെയും സ്ക്വയർ എടുത്ത് അങ്ങ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു എന്താണ് 5y പ്ലസ് 3j അല്ലേ? അങ്ങനെയാണെങ്കിൽ 5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആയിരിക്കും അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 25 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ √34. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 5.39 ന്യൂട്ടൺ ആണ്. രണ്ടാമത്തെ കാര്യം നിങ്ങളോട് ചോദിച്ചിട്ടുള്ള വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? വാട്ട് ഈസ് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ അല്ലേ? എഫ് ഡി കോസ് തീറ്റ ആയിരുന്നു. രണ്ടും വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? അല്ലെ, ഫോഴ്സും ഇതെന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എഫ് ടി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഡോട്ട് ഡി എന്ന് എഴുതിക്കൂടെ അല്ലെ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ, W ഈസ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? എഫ് ഡോട്ട് ഡി എന്ന് എഴുതണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ഹാപ്പിലെ ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം വർക്കിന്റെ ഇക്വേഷൻ എന്താ? W ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി. അപ്പൊ എന്താണ്? രണ്ട് വെക്ടേഴ്സ് ഉണ്ടല്ലേ, 5y പ്ലസ് 3jയും ഡോട്ട് എന്ത് വരും? 3i പ്ലസ് 4jയും. അപ്പൊ രണ്ട് വെക്ടർ കമ്പോണൻസ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യാ? 5 ഇൻറ്റു 3 എത്രയായിരിക്കും? അതായത് i ഡോട്ട് ഐ എന്ന് പറയുന്നത് 1 ആയിരിക്കും, ജെ ഡോട്ട് ജെ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും, കെ ഡോട്ട് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ബാക്കിയുള്ളത് ഐ ഡോട്ട് ജെ അല്ലെങ്കിൽ ഐ ഡോട്ട് കെ ഇതൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം. അപ്പൊ ഇത് എവിടത്തെ കാര്യമാണെന്ന് അറിയോ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ കാര്യമാണ്. അപ്പൊ ആ ഫസ്റ്റ് ചാപ്റ്ററിലെ കാര്യം നമുക്ക് എവിടെ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട്? നമ്മുടെ ഏതാണ്? വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട്. സോ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 5 ഇൻറ്റു 3 എന്ന് പറയൂലേ? 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 15 പ്ലസ് എത്ര വരും? 3 ഇൻറ്റു 4 എന്താണ്? 12 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 27 ജൂൾ. മാറിപ്പോവാൻ പാടില്ല. എന്താണ്? യൂണിറ്റ് മസ്റ്റ് ആണ്. എന്താണ്? യൂണിറ്റ് എന്തായാലും എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് റീഡ് ദ പാസേജ്. അത് നിങ്ങൾക്ക് ഈ പാസേജ് ക്വസ്റ്റ്യൻസ് വീണ്ടും വരും കേട്ടോ. ഒരു ഭാഗത്ത് തന്നെ ഒരു പാസേജിന് 2 ക്വസ്റ്റ്യൻസ്, അങ്ങനെ പാസേജ് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിക്കാം. നിങ്ങളുടെ തന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ഇറ്റ്. Bernoulli theorem has many applications, among which one is a spray gun, which is shown in figure, where a piston push air out of a nozzle. അപ്പൊ നമുക്കറിയാം ബെർണോളിസ് പ്രിൻസിപ്പിളിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ? അതിലൊരു ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് ഈ തന്നിരിക്കുന്ന സ്പ്രേ ഗൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പ്രേ ഗണ്ണിന്റെ നോസിലൂടെ എന്ത് പുറത്തേക്ക് പോകുന്നുണ്ട്? എയർ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ? പുഷസ് ഔട്ട്. എന്താണ്? അതിലൂടെ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? അതിലൂടെ അതിന്റെ അകത്തുള്ള ലിക്വിഡ് എന്തെങ്കിലും സ്പ്രേ ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ടാവും അല്ലേ? എ തിൻ ട്യൂബ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ഇസ് കണക്റ്റഡ് ടു ദ നോസിൽ. അപ്പൊ ആ നോസിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു യൂണിഫോം ക്രോസ് സെക്ഷൻ ഉള്ള ഒരു തിൻ ആയിട്ടുള്ള ട്യൂബ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ദ അതർ എൻഡ് ഓഫ് ദ എയർ ത്രൂ ദ നോസ്, അതർ എൻഡ് ഓഫ് ദ ട്യൂബ് ഈസ് ഇൻ എ സ്മോൾ ലിക്വിഡ് കണ്ടെയ്നർ. അപ്പൊ ആ എന്താ പറയാ, ട്യൂബിന്റെ മറ്റേ അറ്റം എന്ന് പറഞ്ഞ എന്താണ്? ഒരു ലിക്വിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കണ്ടെയ്നറിനകത്താണ് നമ്മുടെ ട്യൂബിന്റെ അതർ എൻഡ് എന്ന് പറയുന്നത്. ആസ് ദ പിസ്റ്റൺ പുഷസ് എയർ ത്രൂ ദ നോസിൽ, ദ ലിക്വിഡ് ഫ്രം ദ കണ്ടെയ്നർ റൈസസ് ഇൻ ദ നോസിൽ ആൻഡ് ഇറ്റ് സ്പ്രേ ഔട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പിസ്റ്റൺ എന്താണ്? ഇതിന്റെ അകത്ത് ഈ നോസിലൂടെ എയർ എന്താണ് പുഷ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ നോസിലൂടെ എന്ത് ചെയ്യും? ലിക്വിഡ് റൈസ് ചെയ്തിട്ട് വരും, എന്നിട്ട് പുറത്തേക്ക് എന്തെങ്കിലും സ്പ്രേ ഔട്ട് ചെയ്യും. So for the spray gun shown, the radius of the piston and the nozzle are 20 mm and 1 mm. അപ്പൊ തന്നിരിക്കുന്ന സ്പ്രേ ഗണ്ണിന്റെ പിസ്റ്റന്റെ റേഡിയസ് എന്ന് പറയുന്നത് 20യും നോസലിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 mm. The upper end of the container is open to the atmosphere. അതായത് ആ കണ്ടെയ്നറിന്റെ അപ്പർ എൻഡ് എന്ന് പറയുന്നത് എന്താണ്? എയറിലേക്ക് തുറന്നു വെച്ചിട്ടിരിക്കുന്നതാണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇന്ന് ചെയ്യാനുള്ളത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് according to Bernoulli's theorem പ്രകാരം നമുക്കറിയാലോ P plus half dv square plus h dg ആണ്, which is expressed as a plus b plus c is equal to a constant. Then for unit volume of an ideal fluid, a streamline flow, a b c respectively are correspond to. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് P plus half dv square plus h dc എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണല്ലേ? ഒരു കോൺസ്റ്റന്റ് ആണ്, നിങ്ങൾ പഠിച്ച കാര്യമാണ്.
അപ്പൊ അതിനെ നമ്മൾ എ പ്ലസ് ബി പ്ലസ് സി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എ എന്ന് പറയുന്ന എന്താണ്? എ എന്ന് പറഞ്ഞാൽ പ്രഷർ എനർജി, ബി എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജി, ആൻഡ് സി എന്ന് പറയുന്ന എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇതിന്റെ എല്ലാത്തിലെ പ്രഷർ എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സം ഒരു കോൺസ്റ്റന്റ് ആണെന്നല്ലേ നമ്മൾ ബെർണോളിസ് തിയറത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ അതേപോലെ തന്നെ ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ദ പിസ്റ്റൺ ഇസ് പുഷ്ഡ് അറ്റ് എ സ്പീഡ് ഓഫ് 5 millimeter per second, the air comes out of the nozzle with a speed of, നമ്മൾ എന്ത് ചെയ്യാണ്? ആ പിസ്റ്റണിനെ ഒരു 5 millimeter per second സ്പീഡിൽ എന്ത് ചെയ്യാണ്? പുഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ നോസിലിന്റെ അകത്തു കൂടെ പുറത്തേക്ക് വരുന്ന എയറിന്റെ സ്പീഡ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ ബെർണോളിസ് തിയറം വെച്ചിട്ടല്ലേ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1V1 ഈസ് ഈക്വൽ ടു A2V2. നമുക്കറിയാവുന്നത് V1 നമുക്കറിയാം. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പുഷ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? 5 millimeter per second ആണ്. A1 എന്ന് പറഞ്ഞാൽ എന്താണ്? പിസ്റ്റന്റെ എന്താണ്? പിസ്റ്റന്റെ ഏരിയ എന്താണ്? പിസ്റ്റന്റെ റേഡിയസ് ആണ്, സോറി ഏരിയ ആണ്. അപ്പൊ എന്താണ് പിസ്റ്റന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ അറിയാലോ? A1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പൈ R1 സ്ക്വയർ ആയിരിക്കും അല്ലെ? പൈ R1 സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോസിലിന്റെ എങ്ങനെയായിരിക്കും? പൈ R2 സ്ക്വയർ ആയിരിക്കും. പൈ R2 സ്ക്വയർ ആയിരിക്കും. അപ്പൊ A1V1 ഈസ് ഈക്വൽ ടു A2V2 ആണ്. നമ്മളോട് എയറിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കുക, പുറത്തേക്ക് വരുന്ന എയറിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. V2 ആണല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ V2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A1V1 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? A2 ആയിരിക്കും അല്ലേ? അപ്പൊ ആ റിലേഷൻ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങ് എഴുതുക. പൈ R1 സ്ക്വയർ V1 ഈസ് ഈക്വൽ ടു പൈ R2 സ്ക്വയർ V2. ഇതിൽ പൈയും രണ്ടിലും കോമൺ ആണ്, ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. പിന്നെ പിസ്റ്റന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് R1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 സ്ക്വയർ ആണല്ലേ? 20 സ്ക്വയർ ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ ഇൻറ്റു V2 എന്ന് വരും. സോ V2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 20,000 millimeter per second ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, വെലോസിറ്റി എന്തിലേക്ക് മാറ്റണം? ഇത് millimeter per second ആണ്. മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആകുമ്പോൾ ഇൻറ്റു 10⁻³ ചെയ്യണം അല്ലേ? അപ്പൊ എത്രയാ വരും നമുക്ക്? V2 ഈസ് ഈക്വൽ ടു എത്ര വരും? 20 മീറ്റർ എന്ന് വരും. ഓക്കെ, 20 മീറ്റർ എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ ഓപ്ഷൻ ഏതാണ്? സോറി 20 അല്ല, 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇൻറ്റു 10⁻³ അല്ലേ? അപ്പൊ എത്രയാ വരാ? ഇൻറ്റു 10⁻³ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ 3യും 10⁻³ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. സോ ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ കോളം സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈറ്റ് ഓപ്ഷൻ ഓഫ് കോളം. ഇപ്പൊ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. പുതിയ പാറ്റേൺ പ്രകാരം നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും വരും. ഓക്കെ, ഹിസ്റ്ററി വീഡിയോ പ്ലീസ്. ഓക്കെ, നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെ എന്താ പറയാ ലൈവ് ക്ലാസ്സസും ഉണ്ടാകും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഫിസിക്സിന്റെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കോളം 1 അഡിയബാറ്റിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്. കോളം 2 ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്, പ്രഷർ കോൺസ്റ്റന്റ്, വോളിയം കോൺസ്റ്റന്റ്. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഹീറ്റിന്റെ എക്സ്ചേഞ്ച് നടക്കാത്ത പ്രോസസ് അല്ലേ? അപ്പൊ അഡിയബാറ്റിക് പ്രോസസ് ഏതായിരിക്കും? Q ആയിട്ടായിരിക്കും അല്ലേ മാച്ച് ചെയ്യുന്നത്. സോ അഡിയബാറ്റിക് പ്രോസസ്, നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺസ്റ്റന്റ് പ്രഷറിലുള്ള തെർമോഡൈനാമിക് പ്രോസസ് അല്ലേ? അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ അത് 2 എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും മാച്ച് ചെയ്യുന്നുണ്ടാവുക? ആറിലേക്കായിരിക്കും മാച്ച് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെ ഓരോന്നിനും ഓരോ മാർക്ക് ഇതാണ്. അപ്പൊ 2 മാർക്സ് ആയിരിക്കും ഈ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് fill in the blanks. Time taken by an object to complete one oscillation is called dash. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? ടൈം പീരീഡ് അല്ലെ? അപ്പൊ ഇതെന്തായിരിക്കും? ടൈം പീരീഡ്. നെക്സ്റ്റ്, ഡാഷ് എഫക്ട് is observed for light waves as well as sound waves. ഡാഷ് എഫക്ട് അതായത് ഈ സൗണ്ടിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ലൈറ്റിലും കാണാൻ വേണ്ടി പറ്റുന്ന ഒരു എഫക്ട് ഉണ്ടായിരുന്നു. പഠിച്ചത് ഓർമ്മയുണ്ടോ? ഡോപ്ലർ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതാണ്
ഡോപ്ലർ എഫക്റ്റ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? ഒന്നൊന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇല്ലെന്നോ ആരെങ്കിലും കാണുന്ന ആരെങ്കിലും ഒന്നൊന്ന് കമന്റ് ചെയ്തേ. അപ്പൊ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ സ്പീഡ് കുറയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ മിസ് സ്പീഡ് കൂട്ടണമെങ്കിലോ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് പറയാൻ വേണ്ടി പറ്റും, അഭിപ്രായം നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യാ, കമന്റ് ചെയ്യാ. ഓക്കെ, ഓക്കെ. നമ്മൾ ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റൈറ്റ് ട്രൂ ഫോർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫോൾസ് ഫോർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അത് 2 സ്റ്റേറ്റ്മെന്റ് തരും. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതിയാൽ മാത്രം മതി. റീസൺ ഒന്നും വേണ്ട, ജസ്റ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 മാർക്ക് ഇവിടെ കിട്ടും. ഓക്കെ ഓക്കെ. എന്താ റഹീം എന്താ പറയുന്നത്, മനസ്സിലാവുന്നില്ല എന്നാണോ അതോ എന്താണ്? ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ട്രൂ. ദ ഫോർമുല ഫോർ ഫൈൻഡിങ് വോൾട്ടേജ് വെൻ റെസിസ്റ്റൻസ് ആൻഡ് കറന്റ് ആർ നോട്ട് ഇസ്. അതായത് നമുക്കറിയാം V is equal to I/R. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ റെസിസ്റ്റൻസും കറന്റും അറിയാമെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I/R ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ? വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും അറിയാമെങ്കിൽ നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഈ റിലേഷൻ വെച്ചിട്ടല്ല. നമ്മുടെ റിലേഷൻ ഏതായിരുന്നു? ഓംസ് ലോ പഠിച്ചിട്ടില്ലായിരുന്നു. V proportional to I or V is equal to I/R. That means the statement is false. ഇപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണല്ലേ? അപ്പൊ ഫാൾസ് ആണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? ഫാൾസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വോൾട്ട് മീറ്റർ is a device used to measure electric current. വോൾട്ട് മീറ്റർ എന്ന് പറയുന്നതുണ്ടല്ലോ, അത് കറണ്ട് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ശരിയാണോ തെറ്റാണോ ഒന്ന് കമന്റ് ചെയ്തേ. വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണോ അല്ലയോ? ഇപ്പം ഉള്ള ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളിൽ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. അതായത് ഫാൾസ് ആണോ ട്രൂ ആണോ ഒന്ന് പറഞ്ഞു നോക്ക്. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ട്രൂ ആണോ ഫോൾസ് ആണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വോൾട്ട് മീറ്റർ ഏത് ഡിവൈസ് ആയിരിക്കും, എന്തായിരിക്കും മെഷർ ചെയ്യുന്നുണ്ടാകുക? വേഗം ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കോ, ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത്. കേൾക്കുന്നുണ്ടോ? അത് ആരും പറയുന്നില്ല ആൻസർ. വോൾട്ട് മീറ്റർ ആർക്കും അറിയില്ല വോൾട്ട് മീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ പറയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ പറയാം. വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ടല്ലോ, അത് നമ്മുടെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. അമ്മീറ്റർ ആണ് എന്ത് ചെയ്യുക, കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, സ്റ്റേറ്റ്മെന്റ് എന്താ? വോൾട്ട് മീറ്റർ ഇസ് എ ഡിവൈസ് യൂസ് ടു മെഷർ ദ ഇലക്ട്രിക് കറന്റ്. ദാറ്റ് മീൻസ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ ഫോൾസ്. ഈ സ്റ്റേറ്റ്മെന്റും എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ, വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഗുഡ്. ഓക്കെ, നവാസ് സ്പീക്കർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആട്ടോ. വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള ഡിവൈസ് ആണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ ഫീൽഡ് ഡെവലപ്ഡ് ബൈ. ഒരു സ്റ്റേഷനറി ഇലക്ട്രോണ് ഡെവലപ്പ് ചെയ്യുന്ന ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ ഒരു മൂവിങ് ഇലക്ട്രോണ് എന്താ പറയുക ഡെവലപ്പ് ചെയ്യുന്ന ഫീൽഡിനെ കുറിച്ച് എന്താ നമ്മൾ പറയാന്ന് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ ഫീൽഡ് ഡെവലപ്ഡ് ബൈ എ സ്റ്റേഷനറി ഇലക്ട്രോൺ ആൻഡ് ബി എ മൂവിങ് ഇലക്ട്രോൺ. ഓക്കെ, സ്റ്റേഷനറി ഇലക്ട്രോൺ ഒരു ചാർജ് അതായത് റെസ്റ്റ് ഇരിക്കുന്ന സമയത്ത് അതിന് ചുറ്റും ഉണ്ടാവുന്ന ഫീൽഡ് ഏതായിരുന്നു? നമ്മൾ പഠിച്ച കാര്യ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഫീൽഡ് ഏതായിരിക്കും? ഡെവലപ്പ് ചെയ്യുന്ന ഫീൽഡ് ഏതായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത്, ചാർജസ് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഇലക്ട്രിക് ഫീൽഡ് അത് റെസ്റ്റ് ഇരിക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോൾ, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണല്ലോ,
അത് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ഉണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും, ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാകും. ഓക്കെ, ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ കുലുംസ് ലോ എപ്സിലോൺ സീറോ ഇസ് നോൺ ആസ്. ഓക്കെ, കുലുംസ് ലോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു കുലുംസ് ലോ എന്ന് പറയുന്നത്? വാട്ട് ഇസ് കുലുംസ് ലോ? നമ്മൾ പഠിച്ച കാര്യമാണല്ലേ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ സീറോ Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ അല്ലേ. ഇതിൽ എപ്സിലോൺ സീറോ Q1 Q2 എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജുകൾ R ഡിസ്റ്റൻസിൽ കിടക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിപ്പൾഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് എന്ത്? 1 ഡിവൈഡഡ് ബൈ 4 എപ്സിലോൺ സീറോ Q1 Q2 ബൈ R സ്ക്വയർ എന്ന് പറയുന്നത്. അതിൽ എപ്സിലോൺ സീറോ എന്താന്നാ ചോദിച്ചിട്ടുള്ളത്? എന്തായിരുന്നു എപ്സിലോൺ സീറോ? അതിന് നമ്മൾ പറയുന്ന പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ് അതിനെ പറയാം. ഓക്കെ, അപ്പം പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. രണ്ടാമത്തെ ഭാഗം 25ന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ് ഇസ് നോൺ ആസ്. ഒരു ഇൻഫിനിറ്റിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? ഒരു ചാർജിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണം. ആ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണിന് നമ്മൾ എന്താ പറഞ്ഞത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡെഫിനിഷൻ അതല്ലേ നമ്മൾ പഠിച്ചത്? എന്തിനായിരുന്നു? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഓപ്ഷൻ ബിയുടെ ആൻസർ എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ് fill in the blanks. According to Rayleigh laws of scattering, the intensity of light is inversely proportional to dash power of its wavelength. റേലിംഗിന്റെ സ്കാറ്ററിംഗ് ലോ പ്രകാരം ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിന്റെ എത്രാമത്തെ പവറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാ ചോദിച്ചിട്ടുള്ളത്? നമുക്കറിയാമല്ലേ, I is proportional to എന്താണ്? 1/λ⁴. അപ്പൊ ഫോർത്ത് പവറിനാണ് പ്രൊപ്പോർഷണൽ. എന്താണ്? ഫോർത്ത് പവറിനാണ് പ്രൊപ്പോർഷണൽ. ഓക്കെ, ഫോർത്ത് പവറിനാണ് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്ലസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് എക്സാം പ്രകാരം നിങ്ങൾക്ക് മാറ്റിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും പിന്നെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ മോഡലിലായിരിക്കും നിങ്ങൾക്ക് എന്താണ് എക്സാമിന് വരിക. ഓക്കെ, ഇനി 26ാമത്തെ ക്വസ്റ്റ്യനിലെ ബി പാർട്ട് എന്ന് പറയുന്നത് the deviation through the prism is minimum when angle of incidence is equal to angle of dash. ഒരു പ്രിസത്തിലൂടെയുള്ള ഡീവിയേഷൻ എപ്പോൾ മിനിമം ആകും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തിനോടോ എന്താകുന്ന സമയത്ത് ഈക്വൽ ആകുന്ന സമയത്ത്. എന്തിനോടാന്നറിയോ? ആംഗിൾ ഓഫ് എമർജൻസ് അല്ലെ, പുറത്തേക്ക് പോകുന്ന ആ ആംഗിളിനെ നമ്മൾ എന്താ ആംഗിൾ ഓഫ് എമർജൻസ് എന്നല്ലേ പറഞ്ഞത്? സോ ആംഗിൾ ഓഫ് എമർജൻസിന് ഈക്വൽ ആകുമ്പോഴാണ് ഡീവിയേഷൻ മിനിമം ആകുന്നത്. അതാണ് രണ്ടാമത്തെ ബി പാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ നിങ്ങളുടെ പുതിയ അതായത് മാറിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം മാച്ച് ദ ഫോളോയിങ് രണ്ട് മാച്ച് ദ ഫോളോയിങ് വരാം, 2 ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരാം, 2 പാസേജ് റീഡിംഗ് ക്വസ്റ്റ്യൻസ് വരാം, പിന്നെ ബ്രാക്കറ്റിനകത്ത് തന്നിട്ട് അതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് വരുന്നത് വരാം, ട്രൂ ഓഫ് ഫാൾസ് വരാം. അപ്പം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ടൈപ്പിന്റെ 2 ഭാഗം വരാം. അത് 2 മൊഡ്യൂളിൽ നിന്നായിരിക്കും ചോദിക്കാന്ന് മാത്രമേ വ്യത്യാസം വരുള്ളൂ കേട്ടോ. ഓക്കെ, ചിത്രാക്കി നിങ്ങൾക്ക് ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഗുഡ് ആൻസർ പറഞ്ഞതിന് ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ കോളം സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈറ്റ് ഓപ്ഷൻ ഓഫ് കോളം 2. മോസ്റ്റ് ഡീവിയേറ്റഡ് കളർ യെല്ലോ, റെഡ്, ഓറഞ്ച്, വയലറ്റ്. ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്ന കളർ ഏതാ? ഒരു പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് കടന്നു പോകുന്ന സമയത്ത് അല്ലെ, ഡിസ്പേർഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്തെ എൻഡിൽ എന്ത് കിട്ടും? നമ്മുടെ ലൈറ്റ് കമ്പോണൻസ് കിട്ടും. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന മോസ്റ്റ് ഡീവിയേറ്റഡ് കളർ ഏതാ? വയലറ്റ് അല്ലേ? അപ്പൊ മോസ്റ്റ് ഡീവിയേറ്റഡ് കളർ എന്ന് പറയുന്നത് വയലറ്റ് ആണ്. സോ ലീസ്റ്റ് ഡീവിയേറ്റഡ് കളർ ഏതാണ്? റെഡ് ആണ്. ഓക്കെ, റെഡ്. ഇനി റൈറ്റ് ട്രൂ ഫോർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫോൾസ് ഫോർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ കേസ് ആണ്.
Okay. The radius r of a nucleus is proportional to the cube root of its mass number. റേഡിയസ്, ന്യൂക്ലിയസിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? അതായത് ക്യൂബ് റൂട്ട് ഓഫ് മാസിന്. അതായത് ആർ ഈസ് പ്രൊപ്പോർഷണൽ, അത് ആർ സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരുന്നു? എ ക്യൂബ് ആയിരുന്നു അല്ലെ? ഒരു മിനിറ്റ്. Okay. The radius of nucleus is proportional to cube root of its mass number അല്ലെ? മാസ് നമ്പറിന്റെ ക്യൂബ് റൂട്ടിന് പ്രൊപ്പോർഷണൽ ആണ്, നമ്മൾ പഠിച്ചതല്ലേ അല്ലെ? അപ്പൊ അതെന്താണ്? ട്രൂ തന്നെയാണല്ലേ? ഇനി ബീറ്റ പാർട്ടിക്കിൾസ് ഹാവ് ഹൈയസ്റ്റ് അയോണൈസിംഗ് പവർ. ബീറ്റ പാർട്ടിക്കിളിനാണോ അയോണൈസിംഗ് പവർ കൂടുതലുള്ളത്? അല്ലല്ലോ. അപ്പൊ ഏതാണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. ആൽഫ ബീറ്റ ഗാമ അല്ലേ, അതിന് അയോണൈസിംഗ് പവർ കൂടുതൽ ആർക്കായിരുന്നു? ബീറ്റയ്ക്ക് അല്ലല്ലോ. അപ്പൊ ഇതാണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഏറ്റവും ഹയസ്റ്റ് അയോണൈസിംഗ് പവർ ആർക്കല്ല? ബീറ്റയ്ക്ക് അല്ല. ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ 28 ക്വസ്റ്റ്യൻസ്, സെക്ഷൻ എയിലെ 28 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്ഷൻ ബിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് ഇനി വരുന്നത് 28 മുതൽ 43 ക്വസ്റ്റ്യൻസ് വരുന്നത് സെക്ഷൻ ബിയിലാണ്. 2 മാർക്സ് ക്വസ്റ്റ്യൻ, 3 മാർക്സ് ക്വസ്റ്റ്യൻ ആൻഡ് 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ? എല്ലാവരും റെഡി ആണോ? ഓക്കെ, 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാന്നറിയോ? നിങ്ങൾക്ക് പ്രോബ്ലം പ്രതീക്ഷിക്കാം, പിന്നെ ഡെഫിനിഷൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അതായത് ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 മാർക്സിന്റെയും 3 മാർക്സിന്റെയും ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കാം. സോ ഞാൻ ഫസ്റ്റത്തെ സെക്ഷൻ ബിയിലെ 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 29 തൊട്ടാണ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. A 0.5 kilogram ball is dropped from such a height that it takes 4 seconds to reach the ground. Calculate the change in momentum of the ball. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ മിസ് വായിക്കാം. A 0.5 kilogram ball is dropped from such a height that it takes 4 seconds to reach the ground. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഹൈറ്റിൽ നിന്നും ഒരു 0.5 ഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്ട് ബോളിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് എത്ര സെക്കൻഡ്സിലാണ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുള്ളത്? ഗ്രൗണ്ടിൽ എത്തിയത് 4 സെക്കൻഡ്സിലാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, 4 സെക്കൻഡ്സിൽ എത്തി. നമ്മളെ ബോഡിയുടെ മാസ് എത്രയാണ്? ബോളിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 0.5 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനീഷ്യലി, അതായത് ആ ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും, ആണല്ലോ. അപ്പൊ അത് താഴോട്ടാണല്ലേ പോകുന്നത്. ആ ഒബ്ജക്ട് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതായിരിക്കും? അല്ലെ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും. അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് ഫൈനൽ എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു ഇക്വേഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? B is equal to U plus AT എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ. അപ്പൊ ഇത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി അതിന്റെ വെലോസിറ്റി എത്രയായിരുന്നു? 0 ആയിരുന്നു. അത് 4 സെക്കൻഡ്സിനുള്ളിൽ അത് എവിടെ എത്തി? നമ്മുടെ ഗ്രൗണ്ടിൽ എത്തി. ആക്സിലറേഷൻ അറിയാലോ, ആ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ ഏതായിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. A എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എത്രയായിരിക്കും? -GQ ഈക്വൽ ആയിരിക്കും. സോ V is equal to എന്താണ്? U minus GT എന്ന് വരും. U minus GT or V is equal to എന്ത് വരും? 0 minus G എന്ന് പറയുമ്പം 9.8. So 9.8 into 2 എന്ന് വരും. So T 4 അല്ലേ? അപ്പം 9.8 2 അല്ല 4, കാരണം ടൈം എത്രയാണ്? 4 സെക്കൻഡ്സ് ആണ്. So that is equal to എത്ര? V is equal to എത്ര വരും? -39.2 meter per second എന്ന് വരും. -39.2 meter per second. ഇനി നമ്മൾ എന്താണ്? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? മൊമെന്റം ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വാട്ട് ഇസ് ചേഞ്ച് ഇൻ മൊമെന്റം? ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഇനീഷ്യൽ മൊമെന്റം പി ഐ എന്ന് പറഞ്ഞാൽ എന്താ? mu ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? mv ആയിരിക്കും. അപ്പൊ നമുക്ക് ഡെൽറ്റ പി എന്ത് എഴുതാം?
എം വി മൈനസ് എം യു എന്ന് എഴുതാം. ഇതിൽ എം കോമൺ ആണ് രണ്ടിലും. സോ എം ഇൻറ്റു വി മൈനസ് യു എന്ന് എഴുതാം. ഓക്കെ, എം ഇൻറ്റു വി എന്ന് പറയുമ്പോൾ എത്രയാണ് 39.2 മൈനസ് 0 എന്ന് വരും. എമ്മിന്റെ വാല്യൂ എത്രയാണ് 0.5 ആണല്ലേ. സോ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എത്ര വരും? ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു 39.2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 19.6. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മൊമെന്റം? കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -1. അപ്പൊ മനസ്സിലായോ? ബോൾ ഡ്രോപ്പ് ചെയ്ത സമയത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിച്ചല്ലോ. കാരണം ഇനീഷ്യലി മൊമെന്റം 0 ആണ്. കാരണം എന്തുകൊണ്ടാ? വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി അവിടെ 0 ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമ്മള് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ പാർട്ടിക്കിൾ ടു ഹാവ് എ നെഗറ്റീവ് വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി? വൈ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൈനറ്റിക് എനർജിക്ക് നെഗറ്റീവ് വാല്യൂ വരുന്നു? പറ മക്കളൊന്ന് പറഞ്ഞേ. അതായത് കൈനറ്റിക് എനർജിക്ക് നെഗറ്റീവ് വാല്യൂ പോസിബിൾ ആണോ അല്ലയോ? പൊട്ടൻഷ്യലിന് നമുക്കറിയാം അല്ലെ. കൈനറ്റിക് എനർജി പോസിബിൾ ആണോ അല്ലയോ? പറഞ്ഞു കഴിഞ്ഞേ. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, കൈനറ്റിക് എനർജിക്ക് നെഗറ്റീവ് വാല്യൂ പോസിബിൾ ആണോ? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒന്ന് വേഗം പറഞ്ഞേ. വേഗം പറഞ്ഞേ, നമുക്ക് ടൈമില്ല. കാരണം നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്നുണ്ടോ നമ്മളൊന്ന് ചെക്ക് ചെയ്യണ്ടേ. സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചോദിച്ചിട്ടുള്ളത്. കൈനറ്റിക് എനർജിക്ക് നെഗറ്റീവ് വാല്യൂ പോസിബിൾ ആണോ അല്ലയോ? ആ ഇക്വേഷനിൽ തന്നെ ഉണ്ട്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പറഞ്ഞേ, ആരും പറയുന്നില്ലല്ലോ. അപ്പൊ മിസ് തന്നെ പറയേണ്ടി വരും അല്ലേ. അപ്പൊ ഓക്കെ, നിങ്ങൾ ആരും പറയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ അങ്ങ് പറയാം. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇക്വേഷൻ എന്താണ്? ½ ആണ്. അതായത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ എം എന്ന് പറഞ്ഞാൽ എന്താ? മാസ്. മാസ് എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവോടോ? ഇല്ലാലോ. അപ്പൊ മാസ് നെഗറ്റീവ് ആവില്ല. v² ആണ്. വെലോസിറ്റി നെഗറ്റീവ് ആകാം, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. പക്ഷേ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ -1ന്റെ സ്ക്വയർ എന്താ? 1 അല്ലേ. -2ന്റെ സ്ക്വയർ എന്താ? 1 അല്ലേ. അപ്പം ഒരു നെഗറ്റീവ് വാല്യൂ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക അല്ലെ. അപ്പൊ v² എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് എന്താ കിട്ടുക? ഒരു നോൺ നെഗറ്റീവ് നമ്പർ ആയിരിക്കും വരിക. അതുകൊണ്ട് ഒരിക്കലും കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്താകില്ല? നെഗറ്റീവ് ആകില്ല. അപ്പൊ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ പാർട്ടിക്കിൾ ടു ഹാവ് എ നെഗറ്റീവ് വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്ന് ആദ്യം എഴുതിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാൻ. എന്നിട്ടാണ് റീസൺ ചോദിച്ചിട്ടുള്ളത്, വൈ എന്ന് ചോദിച്ചിട്ടുള്ളത്. വൈ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയണം? k is equal to ½ ആണ്. മാസ് ഒരിക്കലും നെഗറ്റീവ് ആകില്ല. അതുപോലെ തന്നെ v² കമ്പൗണ്ട് നമുക്ക് എന്താ തരിക? ഒരു നോൺ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും തരുന്നുണ്ടാകുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് റെനോൾഡ്സ് നമ്പർ? വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്? റെനോൾഡ്സ് നമ്പർ എവിടെ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? നമ്മള് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിൽ പഠിക്കുന്ന കാര്യമാണ്. റെനോൾഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ഇന്റേണൽ ഫോഴ്സസ് ടു ദ വിസ്കസ് ഫോഴ്സ് ഇൻ എ ഫ്ലൂയിഡ്. ഓക്കെ, അതായത് ഇന്റേണൽ ഫോഴ്സിന്റെയും ഫ്ലൂയിഡിലുള്ള വിസ്കസ് ഫ്ലൂയിഡിന്റെയും റേഷ്യോനെയാണ് നമ്മൾ റെയ്നോൾഡ് ഫോഴ്സ് എന്ന് പറയാ. അതിന്റെ റെയ്നോൾഡ് നമ്പർ എന്ന് പറയാ. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R is equal to VC rho d divided by eta എന്ന് വരും. VC rho d divided by eta. VC എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ക്രിട്ടിക്കൽ വെലോസിറ്റി. എന്താണ് ക്രിട്ടിക്കൽ വെലോസിറ്റി? റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ ട്യൂബ്, ആൻഡ് ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് അല്ലെ. സോ നമുക്ക് റെയ്നോൾഡ് നമ്പറിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ ഒരു ഭാഗം കൂടെ ഉണ്ട്, വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് എന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് എഴുതണം? റെയ്നോൾഡ് നമ്പർ നമുക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത്? ആ നമ്പർ തന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡിന്റെ ഫ്ലോയിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ടു സ്റ്റഡി ദ ഫ്ലൂയിഡ്, അതായത് ഏത് ഫ്ലോയിലാണ് അത് മൂവ് ചെയ്യുന്നത്, ആ നമ്പർ ഡിറ്റർമൈൻ ചെയ്തു വരും. ഫ്ലൂയിഡ് ഒരു സ്ട്രീം ലൈൻ ആണോ, ലാമിനാർ ടർബുലന്റ് ആണോ, ലാമിനാർ ആണോ, അല്ലെങ്കിൽ അൺസ്റ്റഡി ആണോ, സ്റ്റഡി ആണോ എന്ന് നമുക്ക് ആ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോ ബിക്കേം അൺസ്റ്റഡി വെൻ R is between 1000 and 2000. അപ്പൊ R ഒരു നമ്മളിപ്പം നമുക്ക് കിട്ടുന്ന R ന്റെ വാല്യൂ
ബിലോ 100,000 ആണെങ്കിൽ, 1000-നേക്കാൾ ബിലോ ആണെങ്കിൽ ആ ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ഫ്ലോ ആണ്. എന്താണ്? ലാമിനാർ ഫ്ലോ ആണ്. എന്നാൽ അത് ഒരു 1000-ന്റെയും അതുപോലെ തന്നെ 2000-ന്റെയും ഇടയ്ക്കാണെങ്കിൽ അത് എന്താണെന്ന് അറിയോ? അതൊരു അൺസ്റ്റഡി ആയിട്ടുള്ള ഫ്ലോ ആണ്. ഇനി ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ എന്തായിരിക്കും? ടർബുലന്റ് ആയിരിക്കും. അപ്പം എന്ത് മനസ്സിലാക്കാം? ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഒരു ഫ്ലൂയിഡിന്റെ ഫ്ലോ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്താലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അതിന്റെ ക്ലാരിറ്റി വേണോ, അല്ലെങ്കിൽ പറയുന്നത് ക്ലിയർ ആവാത്ത പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ കൺസെപ്റ്റ് ക്ലിയർ ആവാത്ത പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഒന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴല്ലേ മിസ്സിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ ദ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം when the system absorbs 2000 joule of heat and produce 500 of work. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഇന്റേണൽ എനർജി. ഓക്കെ, അപ്പം ആ സിസ്റ്റം എത്ര അബ്സോർബ് ചെയ്യുന്നുണ്ട്? 2000 ജൂൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 500 ജൂൾ വർക്ക് പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തായിരുന്നു? നമ്മള് ഒരു സിസ്റ്റത്തിലേക്ക് ഒരു എനർജി കൊടുക്കുന്ന സമയത്ത് ആ എനർജി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഒന്നെന്ന് പറഞ്ഞ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ളതാണ് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പൊ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഇസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി എന്താണ്? ടു ഡു എ വർക്ക് ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സിസ്റ്റം എത്ര ജൂൾ എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതിൽ ആ സിസ്റ്റത്തിലേക്ക് എത്ര കിട്ടുന്നുണ്ട്, ആ സിസ്റ്റം എത്ര അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്? 2000 ജൂൾ ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്യൂവിന്റെ വാല്യൂ എത്രയാ? ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 2000 ജൂൾ ആണ്. ഇനി നമ്മൾ പറഞ്ഞ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? വർക്ക് എന്ന് പറയുന്നത് 500 ജൂൾ ആണ്. ഇവിടെ വർക്ക് ആ സിസ്റ്റം ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് എന്താണ്? പോസിറ്റീവ് വർക്ക് ആണ്. എന്താണ്? പോസിറ്റീവ് വർക്ക് ആണ്. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? ഇന്റേണൽ എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇന്റേണൽ എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഇക്വേഷൻ നമുക്ക് ഇന്റേണൽ എനർജി എന്ന് മാറ്റി എഴുതിയാലോ? ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണെങ്കിൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആയിരിക്കും. ഡെൽറ്റ ക്യൂവും ഡെൽറ്റ ഡബ്ല്യുവും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. എന്താ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞ 2000. എത്രയാണ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500. 2000 500 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക? 1500 അല്ലേ ഉണ്ടാവുക. സോ നമുക്ക് എത്ര കിട്ടും? 1500 ജൂൾ ആയിരിക്കും അവിടെ, അതായത് അവിടുത്തെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇഫ്താർ ടൈം ആയി. ഓക്കെ, അതായത് നോമ്പ് തുറക്കാനുള്ളവരൊക്കെ എന്ത് ചെയ്യുക? ഇഫ്താർ ടൈം ആയിട്ട് പോയിട്ട് വന്നിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾക്കുണ്ടല്ലോ, അതായത് ഇതിന് മുൻപേ ഉള്ള ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ തന്നെ മുന്നത്തെ സെക്ഷൻസിൽ കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഫിസിക്സിന്റെ തന്നെ വീഡിയോസ്, അതായത് ലൈവ് ക്ലാസ്സസും വീഡിയോ ക്ലാസ്സസും ഒക്കെ എന്താണ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എടുക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് പഠിക്കുക. അതുപോലെ നിങ്ങളുടെ ലൈവ് മൊത്തം ഇന്നത്തെ ലൈവും അതുപോലെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ലൈവുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കറക്റ്റ് പഠിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ധൈര്യം കിട്ടും പോയിട്ട് എഴുതാനുള്ള. ഓക്കെ, ഇനി നമുക്ക് 33ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, മെൻഷൻ ദ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് ബീഡ്സ്. ബീഡ്സ് ഫോം ചെയ്യാൻ, അല്ലെ, ബീഡ്സ് ഫോം ചെയ്യാൻ വേണ്ട 2 എസെൻഷ്യൽ കണ്ടീഷൻ മെൻഷൻ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാ കണ്ടീഷൻ എന്ന് നിങ്ങൾക്ക് അറിയോ? ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, the amplitude of 2 interfering waves should be the same.
ഇന്റർഫിയർ ചെയ്യുന്ന രണ്ട് വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ഇന്റർഫിയർ ചെയ്യുന്ന രണ്ട് വേവ്സിന്റെയും ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് the difference between the frequencies of interfering waves should be small. അതായത് ഇന്റർഫിയർ ചെയ്യുന്ന ആ രണ്ട് വേവുകളാണല്ലോ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത്, അതിന്റെ ഫ്രീക്വൻസിക്ക് സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് വരണം. ആ സ്ലൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കണം, സ്മോൾ ഡിഫറൻസിലായിരിക്കണം. അതായത് ഏകദേശം ഒരു ലെസ് ദാൻ 10 ഡിഫറൻസ് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ബീറ്റ്സ് കേൾക്കാൻ വേണ്ടി പറ്റുക. ബീറ്റ് ഇല്ലേ, ബീറ്റ്സ് കേൾക്കാൻ വേണ്ടി പറ്റുക. ഇതാണ് അതിന്റെ രണ്ട് എസെൻഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓഫ് ദ ടു ഐഡന്റിക്കൽ ഗാൽവനോമീറ്റർ, one is to be converted into ammeter and other into a milliammeter. Which of the shunt will be of larger resistance? നമ്മൾക്കറിയാം ഒരു ഗാൽവനോമീറ്ററിനെ നമുക്ക് അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ചതാണല്ലോ. ഈ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അല്ലെ, ഒരു സർക്യൂട്ടിന്റെ അകത്തുള്ള എന്താണ് ഈ കറണ്ടിന്റെ പ്രസൻസ് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുക അല്ലെ, കറണ്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഡിവൈസ് ആയിരുന്നു ഗാൽവനോമീറ്റർ. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ അത് മെഷർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കൺവേർഷൻ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അപ്പോഴാണ് നമ്മൾ എന്താ ചെറിയ സ്മോൾ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴായിരുന്നു നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഗാൽവനോമീറ്ററിന് അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് ഐഡന്റിക്കൽ ഒരേപോലെയുള്ള ഗാൽവനോമീറ്റർ ഒരു അമ്മീറ്ററിലേക്കും ഒരു മില്ലി അമ്മീറ്ററിലേക്കും നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇതിൽ ഏത് റെസിസ്റ്റൻസ് ആയിരിക്കും, ഏത് ഷണ്ട് റെസിസ്റ്റൻസ് ആയിരിക്കും വലുത്? രണ്ടും അതിൽ ഏതായിരിക്കും വലുതെന്നാ ചോദിച്ചിട്ടുള്ളത്. ഒബ്വിയസ് ആയിട്ട് ഏതായിരിക്കും? മില്ലി അമ്മീറ്റർ ആയിരിക്കും അതോ അമ്മീറ്റർ ആയിരിക്കും? കാരണം എ മില്ലി അമ്മീറ്റർ മെഷർ കറന്റ് ഇൻ ദ മില്ലി ആംബിയർ റേഞ്ച് അല്ലെ. മില്ലി അമ്മീറ്ററിൽ അവര് മെഷർ ചെയ്യുന്ന കറണ്ട് ഏത് റേഞ്ചിലായിരിക്കും? മില്ലി ആംബിയർ റേഞ്ചിലല്ലേ മെഷർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ സ്മോൾ കറണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും അല്ലെ. അപ്പൊ ഓൺലി റെസിസ്റ്റൻസ് ഹൈ ആവുമ്പോഴല്ലേ കുറച്ച് കറണ്ട് പോകുമല്ലേ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ടിനെ ഫ്ലോയിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലേ. അപ്പം റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ടല്ലേ അതിൽ എന്ത് ചെറിയ കറണ്ട്, കുറച്ച് സ്മോൾ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള കാരണം. സോ മില്ലി അമ്മീറ്റർ ഷുഡ് ഹാവ് ദ ഹയർ റെസിസ്റ്റൻസ് അമ്മീറ്റർ. അമ്മീറ്ററിനേക്കാൾ കൂടുതൽ റെസിസ്റ്റൻസ് വാല്യൂ കൂടുതൽ ആർക്കായിരിക്കും? മില്ലി അമ്മീറ്ററിനായിരിക്കും. നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ മില്ലി അമ്മീറ്ററിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഷണ്ട് റെസിസ്റ്റൻസിനായിരിക്കണം വാല്യൂ കൂടുതൽ. കാരണം എന്തുകൊണ്ടാണ്? മില്ലി അമ്മീറ്ററിൽ മില്ലി ആംബിയർ റേഞ്ചിലാണ്. കാരണം കറണ്ട് എന്ന് പറയുന്ന സ്മോൾ റേഞ്ചിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഡെറിവേഷൻ വന്നു. അപ്പം 2 മാർക്കിന് നിങ്ങൾക്ക് ഡെറിവേഷനും ചോദിക്കാം കേട്ടോ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അത് ഡെറിവേഷൻ ചെയ്ത് കാണിച്ചു തരാം. മിസ് കാണിച്ചു തരും നിങ്ങൾക്ക് ഒക്കെ, നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ നമ്മുടെ കയ്യില് ഒരു എന്തുണ്ട്? പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ആ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു പാരലൽ പ്ലേറ്റ് ഉണ്ട്. ആ പാരലൽ പ്ലേറ്റ് നമ്മൾ എന്ത് 2 ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാരലൽ പ്ലേറ്റ്സ് ഡി സെപ്പറേഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 പ്ലേറ്റിലും നമുക്ക് എന്താണ്? ഒന്നിന് നമുക്ക് +Qവും -Q ചാർജും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആവുന്ന സമയത്ത് കപ്പാസിറ്റർ എന്താ കപ്പാസിറ്റർ എന്ന് പറയുന്നത്? ഡിവൈസ് ടു സ്റ്റോർ അല്ലെ, ഒരു ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് അല്ലേ. അപ്പൊ ആ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആവുന്ന സമയത്ത് നമ്മളെ പ്ലേറ്റിന് ഒരു പ്ലസ് ചാർജും മൈനസ് ചാർജും കിട്ടും. ഓക്കെ, ഈ ചാർജ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ടാവും? അവിടെ എന്താ പറയുക? സെറ്റപ്പ് ചെയ്യുന്നുണ്ടാവും. അതായത് ഈ പ്ലേറ്റ്സിന്റെ ഇടയ്ക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ടാവും? സെറ്റപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടെയുള്ള എന്താണ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. ആ 2 ഇതിലുണ്ടാകുന്നത് 2 പ്ലേറ്റിലും ഉണ്ടാകുന്ന സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യുന്ന യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? E = സിഗ്മ / ε0 ആയിരിക്കും. ഓക്കെ,
ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? E is equal to sigma divided by epsilon 0. നമുക്കറിയാലോ വാട്ട് ഇസ് സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. എന്താണ്? Q ഡിവൈഡഡ് ബൈ എന്താണ്? A ആണ് അല്ലേ? Q ഡിവൈഡഡ് ബൈ A ആണ്. അല്ലെ? Q ഡിവൈഡഡ് ബൈ A അല്ല, Q ഇൻറ്റു A ആണ്. ഒരു മിനിറ്റ് ഓക്കെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സിഗ്മ ഈസ് ഈക്വൽ ടു Q ഇൻറ്റു A ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. E ഈസ് ഈക്വൽ ടു ആണ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? V ഈസ് ഈക്വൽ ടു E ഇൻറ്റു D ആണ്. നിങ്ങൾ പഠിച്ചതാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു E ഇൻറ്റു D. സോ E ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ QA ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു D എന്ന് വരും. ഓക്കെ, അപ്പം C ഈസ് ഈക്വൽ ടു എന്താണ്? Q ബൈ V ആണ്. Q ബൈ V എന്ന് പറയുമ്പോൾ എന്ത് വരും? Q ബൈ A, Q ബൈ, ഒരു ചെറിയൊരു ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട്, അതായത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 8 മിനിറ്റ്. ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിവൈഡഡ് ബൈ എ ആയിരുന്നു കേട്ടോ. അതായത് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. വാട്ട് ഈസ് സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് അല്ലെ? Q ഡിവൈഡഡ് ബൈ എ ആണ്. അതായത് സർഫസ് ചാർജ് ഡെൻസിറ്റി Q ഡിവൈഡഡ് ബൈ എ. അപ്പം സർഫസ് ഡിവൈഡ്, അതായത് ചാർജ് ഡിവൈഡ് ബൈ ഏരിയ ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. വി എന്ന് പറഞ്ഞാൽ എന്താ? വി ഈസ് ഈക്വൽ ടു എന്താണ്? ഇ ഇൻറ്റു ഡി ആണ്. ഓക്കെ, ഇ ഇൻറ്റു ഡി ആണ്. അപ്പൊ ഇ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? Q, ഇത് പ്രിന്റ് ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്ക് ആണ്, ടൈപ്പ് ചെയ്ത് വന്നപ്പം Q ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ 0 ആണ്. Q ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ 0 ആണ്. ഇൻറ്റു ഡി വരും. ഓക്കെ, ഓക്കെ, അപ്പൊ V ഈസ് ഈക്വൽ ടു എന്താണ്? Q ബൈ എ എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് വരും. ഓക്കെ, Q ബൈ എ എപ്സിലോൺ 0 ഇൻറ്റു ഡി. അപ്പൊ ഇവിടെ ഡിവൈഡഡ് ബൈ എ ആയിരുന്നു കേട്ടോ, ഡിവൈഡഡ് ബൈ എ ആയിരുന്നു. അപ്പം V, ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ട, മിസ് ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി. V ഈസ് ഈക്വൽ ടു Q ബൈ എ എപ്സിലോൺ 0 ആണെങ്കിൽ ഇൻറ്റു ഡി ആയിരിക്കും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. C ഈസ് ഈക്വൽ ടു എന്താണ്? Q ഡിവൈഡഡ് ബൈ V ആണല്ലേ? അപ്പൊ Q ഡിവൈഡ് ബൈ V എന്ന് പറയുമ്പോൾ എന്താണ്? Q ഡിവൈഡഡ് ബൈ QA എപ്സിലോൺ 0 ഇൻറ്റു എന്ത് വരും? എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് വരും അല്ലേ? ഇൻറ്റു ഡി എന്ന് വരും. ഓക്കെ, ക്യൂവും ക്യൂവും ക്യാൻസൽ ആയി. പിന്നെ എന്താ വരിക? എ എപ്സിലോൺ 0 എന്തോട്ട് വരും? മുകളിലോട്ട് വരും. എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് ക്യൂബ് ശരിക്കും ഒരു ഡിവൈഡഡ് ബൈ എ ഉണ്ടായിരുന്നു, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ നിങ്ങൾ ആ ഭാഗം നോക്കണ്ട, മിസ് ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ ചെയ്തു തരാം കൺഫ്യൂഷൻസ് ഉള്ളവർക്ക്. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിൽ എന്തുണ്ട്? ഒരു പാരലൽ പ്ലേറ്റ് ഉണ്ട് അല്ലെ? ഒരു പാരലൽ പ്ലേറ്റ് ഉണ്ട്. അവിടെ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ചാർജ് കിട്ടുന്ന സമയത്ത് എന്താണ്? ഫുള്ളി കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആവുന്ന സമയത്ത് എന്ത് കിട്ടും? പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ എന്ന് വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന്റെ ഇടയ്ക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് പറയുന്നത് എന്താ? സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് വരും. ഓക്കെ, സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. സിഗ്മ ഈസ് ഈക്വൽ ടു എന്ത് വരും? സിഗ്മ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ എന്താണ്? Q ഡിവൈഡഡ് ബൈ എ ആണ്. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസും അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. V ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? V ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി ആണ്. അപ്പം V ഈസ് ഈക്വൽ ടു എന്ത് വരും? Q ബൈ എ എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്താൽ മതി? കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? C ഡിവൈഡഡ് ബൈ V ആണ്. C ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ V ആണ്.
സോ ക്യൂ ഡിവൈഡഡ് ബൈ വി എന്ന് പറയുമ്പോൾ എന്താ ക്യൂ ഡിവൈഡഡ് ബൈ എ അപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് വരും. ക്യൂവും ക്യൂവും ക്യാൻസൽ, എ അപ്സിലോൺ 0 മുകളിലോട്ട് പോകും, ബാക്കി എന്ത് വരും ഡിവൈഡഡ് ബൈ ഡി. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ്. ഓക്കെ, ടൈപ്പ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഇങ്ങനെയാട്ടോ ആൻസർ പ്രൂവ് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ, എക്സ്പ്ലെയിൻ why diffraction is a common phenomena in case of sound but not that common in case of light. എന്തുകൊണ്ടാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നതിൽ കോമൺ ഫിനോമിന ആയിട്ടും നമ്മുടെ ലൈറ്റിന്റെ കേസിൽ എന്താണ് കോമൺ അല്ലാതെയും കാണുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ സൗണ്ടിന്റെ വേവ് ലെങ്ത് ഉണ്ടല്ലോ, അതൊരു 15 മീറ്റർ ടു ഏകദേശം 50 മില്ലിമീറ്റർ റേഞ്ചിലാണ് വേരി ചെയ്യുന്നത്. അപ്പം ഈ ഡിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേവ് ലെങ്ത്തും നമ്മുടെ ഒബ്ജക്റ്റിന്റെ സൈസും കമ്പയറബിൾ ആയിരിക്കണം എന്ന്. ഒരു 15 മീറ്റർ ടു 50 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന്റെ സൈസ് ഏകദേശം അതായിട്ട് കമ്പയറബിൾ ആയിട്ട് വരും. അതുകൊണ്ടാണ് സൗണ്ട്സിൽ കോമൺ ആയിട്ട് എന്തുള്ളത് നമുക്ക് ഈ ഡിഫ്രാക്ഷൻ പ്രോസസ് നടക്കുന്നത്. പക്ഷെ ലൈറ്റ് എന്ന് പറഞ്ഞ എത്രയാണെന്നറിയോ? ലൈറ്റ് എന്ന് പറയുന്നതിന്റെ റേഞ്ച് എന്ന് വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറഞ്ഞ ഏകദേശം ഒരു 400 നാനോമീറ്റർ ടു എത്രയാണ് 700 നാനോമീറ്റർ റേഞ്ച് ആണ്. അപ്പൊ അത്രയും നാനോമീറ്റർ ഇൻറ്റു 10⁻⁹ മീറ്റർ ആണ്. അപ്പൊ അത്രയും ചെറുതാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ആ റേഞ്ച്. അപ്പൊ അത്രയും ചെറുതായിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് അത്ര പോസിബിൾ അല്ല അല്ലെ? ഒബ്സ്റ്റക്കിൾസും അത്ര എന്തല്ല ചെറിയ ഒബ്സ്റ്റക്കിൾ ആയിരിക്കണം എന്നില്ല. അപ്പൊ കമ്പയറബിൾ ടു വേവ് ലെങ്ത് ഓഫ് വാട്ട് നമ്മുടെ വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് വെച്ചു. അതുകൊണ്ട് എന്താണ് ഡിഫ്രാക്ഷൻ കോമൺ ആയിട്ട് ലൈറ്റിൽ നടക്കില്ല, പക്ഷെ സൗണ്ടിൽ നടക്കാനുള്ള കാരണം ആ സൈസ് എന്താണ് നമ്മുടെ സൗണ്ടിന്റെ വേവ് ലെങ്ത്തും ഒബ്സ്റ്റക്കിളിന്റെ സൈസും ഏകദേശം കമ്പയറബിൾ ആയിട്ട് വരുന്നത് കൊണ്ടാണ്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ടേം വർക്ക് ഫംഗ്ഷൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. വർക്ക് ഫംഗ്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തായിരുന്നു വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഒരു ഇലക്ട്രോണിന് ജമ്പ് ചെയ്ത് പോകണം, എസ്കേപ്പ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് കിട്ടണം? അതിനൊരു സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി കിട്ടണം അല്ലേ? അപ്പോൾ മിനിമം എനർജി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്ത് സംഭവിക്കുള്ളൂ, ഈ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺ എന്ത് ചെയ്യുള്ളൂ, ജമ്പ് ചെയ്ത് പോകുള്ളൂ. സോ ദ മിനിമം എനർജി റിക്വയർഡ് ബൈ an electron to escape from the metal surface is called work function of the metal. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഇതിന്റെ PDF ഉണ്ടല്ലോ, ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ PDF നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതായത് താഴെ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസറിന്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വർക്ക് ഫംഗ്ഷൻ മനസ്സിലായല്ലോ. ഒരു എന്താ പറയുക, ഒരു മിനിമം എനർജി, അതായത് ഇലക്ട്രോണിന് കിട്ടുന്ന മിനിമം എനർജി, ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണിന് എസ്കേപ്പ് ചെയ്ത് പോകാൻ ആവശ്യമായിട്ട് വരുന്ന മിനിമം എനർജിക്കാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയാം. വർക്ക് ഫംഗ്ഷന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? Φ0 is equal to h nu 0, where h is Planck's constant, nu 0 is the frequency, threshold frequency. നിങ്ങൾക്ക് NIOSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ PDF വേണമെങ്കിൽ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താഴെ തന്നിരിക്കുന്ന നമ്പർ അല്ലേ, ആ നമ്പറിലേക്ക് നിങ്ങളൊന്ന് എന്താ പറയുക, ഒന്ന് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒന്ന് നിങ്ങളുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ NIOSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. NIOSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റുമല്ലോ. ഓക്കെ, ഇനി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the minimum retarding potential of the collector plate at which the photo current stops or becomes zero. ഫോട്ടോ കറണ്ട് 0 ആവുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുന്ന മിനിമം റിട്ടാർഡിംഗ് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കട്ട് ഓഫ് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാ. ഓക്കെ, കട്ട് ഓഫ് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാ. ഓക്കെ, നെക്സ്റ്റ് ഇസ് 38th ക്വസ്റ്റ്യൻ. ഒരു പ്രോബ്ലം ആണ്. A raindrop of mass 1 gram falling from a height of 1 kilometer hits the ground with a speed of 50 meter per second. Take G is equal to 10 meter per second square. Calculate the loss of potential energy of the drop, the gain in kinetic energy of the drop.
അപ്പോൾ ഒരു റെയിൻ ഡ്രോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, 1 gram മാസ് ഉള്ള ഒരു റെയിൻ ഡ്രോപ്പ് ഒരു ഹൈറ്റ് 1 കിലോമീറ്റർ ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് വീഴുന്നുണ്ട്. ആ താഴോട്ട് വീഴുന്ന സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ, 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അങ്ങനെ അപ്പൊ ജി നിങ്ങളോട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ടും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഡ്രോപ്പ് അല്ലെങ്കിൽ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ഡ്രോപ്പ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം മാസ് എത്രയാണ്, 1 gram ആണ്. 1 ഗ്രാമിനെ നമ്മൾ എന്ത് മാറ്റണം, 1 കിലോഗ്രാമിലേക്ക് മാറ്റണം. ഓക്കെ, 1 × 10⁻³ കിലോഗ്രാം. ഇനി h ഈസ് ഈക്വൽ ടു എത്രയാണ്, 1 കിലോമീറ്റർ ആണ്. അത് എത്ര മീറ്റർ ആണ്, 1000 മീറ്റർ ആണ്. ജി എത്രയാണ്, ജി എന്ന് പറയുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വി എത്രയാണ്, 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മളോട് ലോസ് ഓഫ് ഡ്രോപ്പ് അല്ലെ, ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഡ്രോപ്പ് ആ ചോദിച്ചിട്ടുള്ളത്. അത് എന്തിന് ഈക്വൽ ആകും, ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എത്രയാ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു, mgh അല്ലേ. പൊട്ടൻഷ്യൽ എനർജി, ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്, mgh ആണ്. മാസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 1 × 10⁻³ ആണ്. ജി എന്ന് പറയുന്നത് 10 ആണ്. എച്ച് എന്ന് പറയുന്നത് 1000 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 10 ജൂൾ. ഇതും ക്യാൻസൽ ആകുമല്ലോ. ബാക്കി എത്ര കിട്ടുക, 10 ജൂൾ അല്ലേ കിട്ടുക. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻസ് അല്ലേ ആണോ വേണ്ടത്, അതോ നിങ്ങൾക്ക് NIOSന്റെ ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടത്? നിങ്ങൾക്ക് താഴെ ഒരു കോൺടാക്ട് നമ്പർ തന്നിട്ടില്ലേ, കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ടല്ലോ. ആ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, NIOSന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. ഓക്കെ, ജസ്റ്റ് പറഞ്ഞാൽ മതി. അതായത് കോൺടാക്ട് ചെയ്തിട്ട് എനിക്കിത് വേണമെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്, അതിന്റെ ലിങ്കും ഉണ്ട്. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് NIOSന്റെ ആണെങ്കിൽ NIOSന്റെ റോൾ കേരള ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. അതിൽ ജോയിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ NIOSന്റെ ക്വസ്റ്റ്യൻസും കിട്ടും. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 10 ജൂൾ ആണ് ആൻസർ. ഓക്കെ, ഇനി ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, ½ mv² അല്ലേ. ½ ഇൻറ്റു മാസ് എത്രയാ, 10⁻³ ആണ്. ജി എത്രയാണ്, 50 ആണല്ലേ. അപ്പൊ 50യുടെ സ്ക്വയർ ആണല്ലേ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.25 ജൂൾന്ന് കിട്ടും. ഓക്കെ, 1.25 ജൂൾന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നറിയോ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മൂന്ന് മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി 3ാമത്തെ മാർക്കിന്റെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, എക്സ്പ്ലെയിൻ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, whenever the magnetic flux linked with a coil changes, ഒരു കോയിൽ ആയിട്ട് ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ അപ്പൊ അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യും, അവിടെ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ത് ചെയ്യും, ആ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുക. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, whenever the magnetic flux linked with a coil changes, an EMF is induced in the coil and this process is called electromagnetic induction. Next is Faraday's law of electromagnetic induction ആണ്. നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ ഇൻഡ്യൂസ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ടൈം റേറ്റ് ഓഫ് ചേഞ്ചിന് ഈക്വൽ ആണ്. അതാണ് ഫാരഡേയുടെ ലോ പറയുന്നത്. ഓക്കെ, the magnitude of the induced EMF is in a circuit is equal to the time rate of change of magnetic flux through the circuit. Okay, അപ്പൊ സർക്യൂട്ടിലൂടെ ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ടൈം, ഇത്ര സമയത്തിൽ ആ മാഗ്നറ്റിക് ഫ്ലക്സ് എന്തിനെ ചെയ്തു എന്നതിന് എന്താണ് ഈക്വൽ ആണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്, 5B ആണല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് E ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം,
ഡി ഫൈ ബി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതാം. ഡി ഫൈ ബി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡി ഫൈ ബി ഡിവൈഡഡ് ബൈ ഡി ടി. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗിവ് എക്സ്പ്രഷൻ ഫോർ de Broglie wavelength of the particle. Calculate the wavelength associated with electrons moving with a velocity v is equal to 1 into 10 raised to 8 meter per second. Take mass of electron is equal to 9.1 into 10 raised to minus 31 kilogram. H is equal to 6.6 into 10 raised to minus 34 joule second. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഭാഗങ്ങളാണ് 40ാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം പറഞ്ഞത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചത്. എന്തായിരുന്നു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി അല്ലേ? ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ്? എച്ച് ഡിവൈഡഡ് ബൈ പി ആയിരുന്നു. എന്താണ്? എച്ച് ഡിവൈഡഡ് ബൈ പി. ക്ലിയർ ആണോ? വേറെ എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, പി എന്ന് പറയുന്നത് മൊമെന്റം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. പാർട്ടിക്കിളിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ ആ കണ്ടുപിടിച്ചല്ലേ? എച്ച് ബൈ എം വി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് associated with electrons moving with velocity v is equal to 1 into 10 raised to 8 meter per second. അപ്പം ഈ 1 into 10 raised to meter per second വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മാസ്, ഇലക്ട്രോണിന്റെ മാസ് തന്നിട്ടുണ്ട്, എച്ചും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വി അറിയാം, എം അറിയാം, എച്ചും അറിയാം. എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ലാംഡ ഈസ് ഈക്വൽ ടു എന്താ? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എം ഇൻറ്റു വി അല്ലേ? അല്ലേ? എം ഇൻറ്റു വി ആണല്ലോ. എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 6.6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 34 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ തന്നിട്ടുണ്ട്. ഇനി തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. 9.1 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 31 കിലോഗ്രാം എന്ന് പഠിച്ചു വെക്കണം. 1 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 31 ഇൻറ്റു എന്ത് വരും? വെലോസിറ്റി. വെലോസിറ്റി എത്രയാണ്? 1 ഇൻറ്റു 10 റൈസ് ടു 8. ഇത് ചെയ്യുന്നത് നമുക്ക് എത്ര കിട്ടും എന്നറിയോ? ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.25 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 12. ലാംഡ എന്തിലാ മെഷർ ചെയ്യുക? മീറ്ററിൽ. ഓക്കെ, ഇങ്ങനെയാണ് ഇക്വേഷൻ. അപ്പൊ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എഴുതി ഒരു പ്രോബ്ലം ചെയ്ത്. അപ്പൊ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ 3 മാർക്സ് ക്വസ്റ്റ്യൻ. ഇനി 3 മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Draw the circuit diagram of a half wave rectifier using PN junction diode. PN junction diode യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് വരയ്ക്കാനാ പറഞ്ഞിട്ടുള്ളത്? ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ് ആൻഡ് ഷോ ദ ഔട്ട്പുട്ട് ഇൻപുട്ട് വേവ് ഫോം. അതിന്റെ വർക്കിംഗും എക്സ്പ്ലെയിൻ ചെയ്യണം, ഔട്ട്പുട്ടും ഇൻപുട്ടും എന്ത് ചെയ്യണം? കാണിക്കുകയും വേണം. അപ്പൊ ഒരു ഹാഫ് വേവ് റെക്ടിഫയറാ. ഹാഫ് വേവ് റെക്ടിഫയറിൽ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ആദ്യം നമ്മളെ സർക്യൂട്ട് ഡയഗ്രാം കണ്ടോ? ഒരു പ്രൈമറി ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു അല്ലെ? ആ ട്രാൻസ്ഫോമർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എ ആൻഡ് ബി. ഇവിടെ ഒറ്റ ഡയോഡെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെ? പി എൻ ജംഗ്ഷൻ ഡയോഡെ യൂസ് ചെയ്യുന്നുള്ളൂ. അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് അക്രോസ് ആയിട്ട് ഒരു ലോഡ് റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ വർക്ക് ഇതാണ്. ഈ സർക്യൂട്ട് ഡയഗ്രാം ആണ് നിങ്ങൾ വരച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്നത് എന്താണ്? റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയാൻ മറന്നുപോയോ? റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ, എ സിയെ ഡി സി ആയിട്ട് മാറ്റുന്ന സാധനമാണ്. ഓക്കെ, റെക്ടിഫൈ ചെയ്യാൻ കൺവേർട്ട് എ സി ടു ഡി സി ആണ്. സോ അങ്ങനെ ഡിവൈസിനാണ് റെക്ടിഫയർ എന്ന് പറയാം. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയറിൽ നമ്മൾ എന്താണ്? ഒരേ ഒരു ഡയോഡ് മാത്രമേ യൂസ് ചെയ്യുന്നു, പി എൻ ജംഗ്ഷൻ ഡയോഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്കറിയാം എ സിയുടെ പ്രത്യേകത എന്താ? അതിന് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവും. അല്ലെ എങ്ങനെയല്ലേ ഉണ്ടാവുക? പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, ഇങ്ങനെയല്ലേ വരിക? അപ്പൊ ആദ്യത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത്, അതായത് ആദ്യത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും എയിലല്ലേ? എയില് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഡയോഡ് എപ്പോഴല്ലേ? ഡയോഡ് ഫോർവേഡ് ബൈസിങ് കണ്ടീഷനിലായിരിക്കും. ഇപ്പൊ ഫോർവേഡ് ബൈസിങ് കണ്ടീഷനിലാകുമ്പോൾ നമുക്ക് എന്തറിയാം? ഡയോഡിലൂടെ കറണ്ട്, അതായത് ഇവിടെ ഇതിലേക്ക് എന്താ? ഇവിടെ പോസിറ്റീവ് കൊടുക്കുമ്പോൾ എന്താ? നമുക്കറിയാം ഇത് പോസിറ്റീവ് നെഗറ്റീവ് അല്ല. അപ്പൊ ഇവിടെ പോസിറ്റീവ് കൊടുക്കുമ്പോൾ ഇത് ഫോർവേഡ് ബൈസിങ് കണ്ടീഷനാണ് നമ്മൾ പഠിച്ചതല്ലേ? സോ ഫോർവേഡ് ബൈസിങ് കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. RL നെക്രോസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഓക്കെ,
ഈ ഞാൻ ഇപ്പം എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതിന്റെ PDF കിട്ടും. ഓക്കെ ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുത്തപ്പോൾ നമുക്ക് എന്താ, ഡയോഡ് ഫോർവേഡ് ബൈസിംഗ് ആയി കറണ്ട് ഫ്ലോ ചെയ്തു. അപ്പൊ അവിടെ എന്ത് കിട്ടി, ഔട്ട്പുട്ട് കിട്ടി. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എന്താ പറഞ്ഞാ, ഇവിടെ നെഗറ്റീവ് വരിക അല്ലെ, നെഗറ്റീവ് വരിക, ഇവിടെ പോസിറ്റീവ് ആവും അല്ലേ വരുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആ വരുന്നത്. അപ്പൊ ഇവിടെ എന്തായി, ഇവിടെ നെഗറ്റീവ് വരിക എന്ന് പറഞ്ഞത് എന്താ, റിവേഴ്സ് ബൈസിങ് കണ്ടീഷൻ അല്ലേ. അപ്പൊ ഡയോഡ് എന്തായി, റിവേഴ്സ് ബൈസിങ് കണ്ടീഷനായി. റിവേഴ്സിംഗ് ബൈസ് കണ്ടീഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പൊ സർക്യൂട്ടിലൂടെ നമുക്ക് എന്ത് കിട്ടില്ല, ഔട്ട്പുട്ട് കിട്ടില്ല. ഓക്കെ, അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ എന്താണ്, അപ്പം നമുക്ക് മനസ്സിലാക്കണം, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ എന്ത്, ഹാഫ് വേ റെക്ടിഫയറിൽ എന്ത് കിട്ടുള്ളൂ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഓക്കെ, അത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ മനസ്സിലാക്കാം, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ. അപ്പൊ നമുക്കറിയാം ഡയോഡ് ഫോർവേഡ് ബൈസിംഗ് ആണ് പോസിറ്റീവ് സൈക്കിളിൽ. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ അവിടെ ഔട്ട്പുട്ട് ഇല്ല, അപ്പൊ അവിടെ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. പിന്നെ അടുത്ത ഇതിൽ കിട്ടും. ഇങ്ങനെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് ഗ്രാഫ് വരുന്നത്. ഓക്കെ, ഇനി 42nd ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദ സർക്യൂട്ട് അറേഞ്ച്മെന്റ് ഫോർ. ഓക്കെ, അപ്പൊ നമ്മൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ എസ്സേ ഭാഗത്തിലേക്ക് കടക്കാണ്. എസ്സേ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എവിടെ നിന്നായിരിക്കും എന്ന് അറിയോ, സെമി കണ്ടക്ടർ ആൻഡ് സെമി കണ്ടക്ടിങ് ഡിവൈസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നായിരിക്കും അധികം. അതായത് കഴിഞ്ഞ കൊല്ലം വരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് അവിടെ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ 5 മാർക്കിന് 2 ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. രണ്ടാമത്തത് നിങ്ങൾക്ക് ചിലപ്പം മൊഡ്യൂൾ 5 എന്നോ മൊഡ്യൂൾ 6 എന്നോ ആയിരിക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും മൊഡ്യൂൾ നിന്നായിരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും എവിടെ തന്നെയാണുള്ളത്, നമ്മുടെ സെമി കണ്ടക്ടർ ഡിവൈസ് എന്ന ചാപ്റ്റർ തന്നെയാണുള്ളത്. ഓക്കെ, അപ്പം 42ാമത് നമ്മൾ അവസാനത്തെ ഭാഗത്തിലേക്ക് എത്താൻ പോവാണ് കേട്ടോ. ഡ്രോ ദ സർക്യൂട്ട് അറേഞ്ച്മെന്റ് ഫോർ സ്റ്റഡിങ് ദ IV characteristics of PN junction diode in forward and reverse bias condition. Briefly explain how typical VI characteristics of a diode are obtained and draw this characteristics. Explain the characteristics of a light emitting diode. ആദ്യം നമ്മൾ PN ജംഗ്ഷൻ ഡയോഡിന്റെ IV characteristics സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കണം. അത് ഫോർവേഡ് ബയസിന്റെയും വരയ്ക്കണം, റിവേഴ്സ് ബയസിന്റെയും വരയ്ക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് VI characteristics of diode ഇല്ലേ, അത് ദീസ് characteristics ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതെന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് മൂന്നാമത്തെ തന്നെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന്റെ IV characteristics എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. IV characteristics ഓഫ് PN ജംഗ്ഷന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണത്. അതായത് നമ്മൾ ബാറ്ററി കൊടുക്കുന്നു, റിയോസ്റ്റാറ്റ് വഴി ഒരു ഡയോഡിലേക്ക് കൊടുക്കുന്നു, ഒരു വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, പിന്നെ ഒരു റെസിസ്റ്റർ. ഇതിന്റെ IV characteristics ഗ്രാഫ് ആണ് ഈ കാണിച്ചത്. ഫോർവേഡ് ബൈസിന്റെ characteristics ഗ്രാഫ് ആണിത്. അതുപോലെ തന്നെ എന്താണ് റിവേഴ്സ് ബൈസിങ്ങിന്റെ എന്താണ് നമ്മുടെ മൊത്തം 43 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ 43 ക്വസ്റ്റ്യൻസിൽ തന്നെ ഇപ്പം എന്താണ് ഓപ്ഷൻസ് വരും. ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നുള്ള ഓപ്ഷൻസും വരും. ഓക്കെ, ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഈ ഗ്രാഫ്, അതായത് വിയും ഐയും ഡയോഡിന്റെ വോൾട്ടേജും അതുപോലെ കറണ്ടും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫാണ് എന്തെന്ന് പറയുന്നത്, IV characteristics ഓഫ് ഡയോഡ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ഈ IV ജംഗ്ഷൻ ഡയോഡിന്റെ IV characteristics നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഫോർവേഡ് ബൈസിങ് കണ്ടീഷനിലാകുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ, കറന്റ് ഫ്ലോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, കറന്റിന്റെ ഫ്ലോ ഇറ്റ് അലോ കറന്റ് ടു പാസ് ഓൺലി വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബൈസിങ് കേസ്. ഓക്കെ, നെക്സ്റ്റ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന്റെ കേസ് ആണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന്റെ IV characteristics എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഫോർവേഡ് കറന്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, അത് ലോ ആകുന്ന സമയത്ത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന്റെ ഇന്റൻസിറ്റി എന്തായിരിക്കും, ലോ ആയിരിക്കും. പിന്നെ കറണ്ട് ഫോർവേഡ് കറന്റ് ഇൻക്രീസ് ചെയ്തതനുസരിച്ച് ഇന്റൻസിറ്റി എമിറ്റഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്ത് പിന്നെ എന്താണ്, ഒരു മാക്സിമം ഇന്റൻസിറ്റിയിലെത്തും. ഓക്കെ, പിന്നെ നമ്മൾ ഫോർവേഡ് കറന്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റൻസിറ്റി കുറയാൻ തുടങ്ങും. അപ്പൊ LED എങ്ങനെയാന്ന് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റ് ചെയ്ത് മാക്സിമം എഫിഷ്യൻസി ഉള്ള ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന രീതിയിലാണ് LED എന്ത് ചെയ്തിട്ടുള്ളത്, ഓറിയന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
പിന്നെ ഈ LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് LED പറയാ. അതിന്റെ IV കാറ്റലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ സാധാരണ സിലിക്കൺ അതുപോലെ SI ജംഗ്ഷന്റെ സിലിക്കൺ ജംഗ്ഷൻ ഡയോഡിന്റെ എന്താണ് അതേപോലെ തന്നെയാണ്. ത്രഷോൾഡ് വോൾട്ടേജ് വളരെ കൂടുതൽ, പക്ഷെ ത്രഷോൾഡ് വോൾട്ടേജ് എന്തായിരിക്കും, കുറച്ച് കൂടുതലായിരിക്കും. മറ്റേ അതുപോലെ തന്നെ കളർ LED ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ആ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഗ്രാഫ് വരയ്ക്കണം, ഡയഗ്രാം വരയ്ക്കണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇനി 43ാമത്തെ കാര്യമാണ്. 43 ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തി കേട്ടോ നിങ്ങൾ. അപ്പൊ 43 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അറിയാവുന്നത് മാത്രം, അതുകൊണ്ട് സുഖ നിങ്ങൾക്ക് അറിയുന്നത് മാത്രം പോയി അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, 43ാമത്തെ ക്വസ്റ്റ്യൻ, drawing a labeled ray diagram show the refraction of a ray of light passing through an equiangular triangular prism. Plot a graph showing the variation of angle of deviation with the angle of incidence. ആദ്യം നമ്മൾ എന്ത് കാണിക്കണം? ഒരു പ്രിസത്തിന്റെ അകത്തു കൂടെയുള്ള റിഫ്രാക്ഷൻ കാണിക്കണം. അതുപോലെ തന്നെ എന്ത് കാണിക്കണം? അതിന്റെ ആംഗിൾ ഓഫ് ഡീവിയേഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെയും എന്താണ് വേരിയേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫ് കാണിക്കണം. പിന്നെ ബി പാർട്ട് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഫോർ 60 ഡിഗ്രി ക്ലാസ് പ്രിസം ഇസ് 39 ഡിഗ്രി. കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ക്ലാസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫിഗർ പഠിച്ചു വെക്കണം. ഒരു പ്രിസത്തിന്റെ അകത്തു കൂടെയുള്ള എന്താണ് ഒരു ഇൻസിഡന്റ് റേ വന്ന് വീഴുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ലൈറ്റ് റിഫ്രാക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ നിറയെ ഈ രണ്ട് എമർജന്റ് റേ ഇത് ചെയ്യുന്നതിന് നമുക്ക് ഈ ആംഗിളിനെ തീറ്റ എന്ന് പറയുന്നു. അല്ലെ, ഇത് ഇൻസിഡന്റ് റേ ആണ്, ഇത് റിഫ്രാക്റ്റഡ് റേ ആണ്, ഇത് എമർജന്റ് റേ ആണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഈ ഒരു ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യണം? വരച്ചു വെക്കണം. രണ്ടാമത്തെ കാര്യം അതിന്റെ ID കർവ് ആണ്. അപ്പം ആ ID കർവ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ അല്ലെ, കുറഞ്ഞു പിന്നെ എന്ത് ചെയ്യും? പിന്നെ കൂടാൻ തുടങ്ങും അല്ലെ. മിനിമം ഡീവിയേഷൻ കുറഞ്ഞു പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? പിന്നെ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കുറഞ്ഞു പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതാണ് ആ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണ്. ബി പാർട്ട് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഓഫ് എ 60 ഡിഗ്രി ആംഗിൾ പ്രിസം ഈസ് 39 ഡിഗ്രി. കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ അതായത് നമുക്ക് എ എന്ന് പറയുന്നത് നമ്മുടെ പ്രിസത്തിന്റെ ആംഗിൾ എത്രയാണ്? ആംഗിൾ ഓഫ് പ്രിസം എ എത്രയാണ്? എ എന്ന് പറയുന്നത് എത്രയാണ്? എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. ആൻഡ് മിനിമം ഡീവിയേഷൻ എത്രയാണ്? 39 ഡിഗ്രി ആണ്. അങ്ങനെയാണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്താണ്? സൈൻ എ പ്ലസ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2 അല്ലേ. അപ്പൊ സൈൻ എ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 60 പ്ലസ് 39 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ 60 ഡിവൈഡഡ് ബൈ 2. ഈ വാല്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.5 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. സോ മ്യൂ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1.5. ഓക്കെ, അങ്ങനെ നമ്മൾ 43 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേ മോഡലിലായിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് തന്നെ 43 തന്നെ ചിലപ്പോൾ ഓർ ക്വസ്റ്റ്യൻ വരും. അതിൽ ഫസ്റ്റ് പാർട്ട് or സെക്കൻഡ് പാർട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇനി മൾട്ടിപ്പിൾ ചോയ്സിൽ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ വരും. ഓർ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണോ അറിയുന്നത് അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ടൈം കളയരുത്. അറിയാത്തതിൽ നിങ്ങൾ പോയിട്ട് ടൈം കളയണ്ട. അപ്പൊ നിങ്ങൾ ആരും പേടിക്കണ്ട. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് എക്സാമിന് അതായത് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക, പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക, യൂണിറ്റ് എഴുതാൻ മറക്കരുത് ആരും. പിന്നെ എന്താണ്, ടെൻഷൻ ഇല്ലാണ്ട് പോയിട്ട് എക്സാം എഴുതാൻ നോക്കുക. ഓക്കെ, പിന്നെ പാസ്സാവും, എല്ലാവരും പാസ്സാവും. എൻ്റെ പഠിക്കുന്ന എല്ലാ മക്കളും പാസ്സാവും, പേടിക്കൊന്നും വേണ്ട. ഓക്കെ, എവിടെയാ കിടക്കുന്നതെന്ന് ഇവിടെ തന്നെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, താഴെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അവിടെ ഉണ്ടാവും. നിങ്ങളെ ഈ ഇപ്പൊ കണ്ടുപിടിക്കുന്ന ചാനലിന്റെ താഴെ തന്നെ ടെലഗ്രാം അക്കൗണ്ടിൽ ജോയിൻ ചെയ്യാനുള്ള NIOS ഹെൽപ്പ് ഡെസ്ക് ഉണ്ടല്ലോ, അതിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി, ക്വസ്റ്റ്യൻസ് വേണ്ടവർക്കാണെങ്കിൽ. ഓക്കെ, അപ്പം മറന്നു പോകണ്ട. അതായത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ NIOSന്റെ ക്ലാസ്സസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കൂടുതൽ ക്ലാസ്സസ് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും NIOSനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക, വെയിറ്റേജ് നോക്കി തന്നെ പഠിക്കണം.
അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ടെർമിനൽ ക്വസ്റ്റ്യൻസ്, അതായത് ടെർമിനൽ ആയിട്ടുള്ള എന്താ പറയാ ടെർമിനൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പം ഈ ലൈവില് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ലൈവ് എൻഡ് ചെയ്താലോ? ഓക്കെ, അപ്പൊ ലൈവ് തീരാൻ വേണ്ടി പോവാണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. മനസ്സിലായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും? ലൈവ് എൻഡ് ചെയ്യട്ടെ മിസ്. 43 ക്വസ്റ്റ്യൻസ് ആട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതിന് മുന്നേ എടുത്ത വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ നിങ്ങളുടെ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്, അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്നത്തെ ലൈവിൽ ഇരുന്ന എല്ലാ മക്കൾക്കും താങ്ക് യു. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് ടെൻഷനൊന്നും ഇല്ലാണ്ട് എല്ലാവരും പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്സിലായിക്കോട്ടെ, ഏത് സബ്ജക്റ്റിലായിക്കോട്ടെ, നിങ്ങൾ എഴുതുന്ന ഏത് സബ്ജക്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഒന്നും കൂടെ മിസ് ലാസ്റ്റ് ആയിട്ട് പറയാം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണമെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം അത് എന്തായാലും ഒന്നുകൂടെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൈവ് നമ്മൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ബൈ.